എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഹരിപ്രസാദാണ്. ഇന്ന് നമ്മൾ ഏറ്റവും പുതിയ ജ്യോതിഷ വിവരങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. രാശിചക്രം ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ട്. ചൊവ്വയുടെ രാശിമാറ്റം സംഭവിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ ശുക്രൻ്റെ രാശിമാറ്റവും സംഭവിച്ചിരിക്കുന്നു. ദക്ഷിണായന കാലം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അഗ്നി മാരുത യോഗവും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ കാലസർപ്പദോഷത്തിൽ നിന്നും നമ്മുടെ രാശികൾ മാറിയിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് ഭൂമിയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഈ കാലസർപ്പദോഷം ഇനി ഉണ്ടാകത്തില്ല. ചൊവ്വയുടെ രാശിമാറ്റം കൊണ്ടാണ് ഈ കാലസർപ്പദോഷത്തിനൊരു മാറ്റം വന്നത്. കാലസർപ്പദോഷത്തെക്കുറിച്ച് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ച് ഒരുപാട് പേർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും ഈ കാലസർപ്പദോഷം എന്താണെന്ന് അറിയത്തില്ല, അങ്ങനെ കേട്ടിട്ടുള്ളവർ കാണത്തില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കാലസർപ്പദോഷം ഉണ്ടാകണമെന്നില്ല. അപ്പം രാശികളിൽ സൂര്യ ചന്ദ്രന്മാരുൾപ്പെടെയുള്ള എല്ലാ ഗ്രഹങ്ങളും രാഹുകേതുക്കളുടെ ഉള്ളിൽ വരുമ്പോഴാണ്, ഇപ്പോൾ ചൊവ്വ ഇങ്ങോട്ട് കടന്നിട്ട് കേതുവിനെ കടന്ന് ഇപ്പുറത്തോട്ട് കടന്നപ്പോഴാണ് ഈ കാലസർപ്പദോഷം ഇല്ലാതായിട്ടുള്ളത്. അതിനു മുമ്പായിട്ട് രാഹുകേതുക്കളുടെ ഉള്ളിലാണ് മറ്റു ഗ്രഹങ്ങളെല്ലാം നിൽക്കുക. ശനി, വ്യാഴം, ശുക്രൻ, സൂര്യൻ, ബുധൻ, ചൊവ്വ ഉൾപ്പെടെയുള്ള എല്ലാ ഗ്രഹങ്ങളും 180 ഡിഗ്രിയിൽ നിൽക്കുന്നതിനെയാണ് കാലസർപ്പം എന്ന് പറയുന്നത്. കാലസർപ്പദോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ഏണിയും പാമ്പും പോലെയായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. കുറച്ചു കാലം ഒന്ന് കയറും, പിന്നെ ഇറങ്ങി വരും. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ടും ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് സർവ ഐശ്വര്യം, സർവഭാഗ്യം, സർവ തൊഴിൽപരമായിട്ട്, ധനപരമായിട്ട്, അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു മംഗളകാരകനായിട്ടുള്ള ചൊവ്വയുടെ രാശിമാറ്റം എത്തരത്തിലാണ് സർവ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളെ വീക്ഷിക്കുന്ന എല്ലാവർക്കും, ഭൂമിയിലുള്ള എല്ലാ ആളുകൾക്കും ഇത് എങ്ങനെയാണ്, എപ്രകാരമാണ് ഗുണകരമായിട്ട് ഭവിക്കുന്നത് എന്നാണ് ഇന്ന് ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. നമ്മളെപ്പോഴും ജ്യോതിഷം പറയുമ്പോൾ പൊതുവിൽ ഗ്രഹങ്ങളെയെല്ലാം വരച്ചു വെച്ചിട്ട് അതിൻ്റെ രാശിചക്രങ്ങളിൽ കൃത്യമായിട്ട് വരച്ചു വെച്ചിട്ടാണ് നമ്മളെപ്പോഴും ജ്യോതിഷം പറയുന്നത്. അപ്പോൾ പലരും ഓർഡറിൽ പറയുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ ഓർഡറിൽ പറയാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പം ചൊവ്വയുടെ രാശിമാറ്റമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ചൊവ്വയുടെ രാശിമാറ്റം മുതൽ ഇങ്ങോട്ട് നമ്മൾ ജ്യോതിഷം പറയുമ്പോൾ ആ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് പറഞ്ഞു പോകാൻ എളുപ്പമുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ഇന്ന് എഴുതി നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയുക എന്നുള്ള രീതിയിൽ കൂടെ അല്ല നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചൊവ്വയുടെ രാശിമാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ശുക്രനും മിഥുനൻ രാശിയിലേക്ക് മാറി. ചൊവ്വ മാറിയിരിക്കുന്നത് കന്നി രാശിയിലേക്കാണ് മാറിയിരിക്കുന്നത്. ഉത്തരത്തിൽ മുക്കാലും അത്തവും ചിത്തിര അരയും വരുന്ന കന്നിക്കൂറിലേക്കാണ് ആര് മാറിയിരിക്കുന്നത്? ചൊവ്വ മാറിയിരിക്കുന്നത്. അപ്പോൾ ചൊവ്വയുടെ സഞ്ചാരം മുഴുവൻ ഏകദേശം 50 ദിവസം വരെ, സെപ്റ്റംബർ മാസം 13-ാം തീയതി വരെ, 2025 സെപ്റ്റംബർ മാസം 13-ാം തീയതി വരെ ഉത്തരത്തിൽ മുക്കാലും അത്തവും ചിത്തിര അരയിലും കൂടി കടന്ന് ഇദ്ദേഹം തിരിച്ച് തുലാൻ രാശിയിലേക്ക് വരും. അപ്പം 50 ദിവസം എവിടെ ഉണ്ടാകും? കന്നി രാശിയിലുള്ള ഉത്തരത്തിൽ മുക്കാലിലുണ്ടാകും, അത്തം നക്ഷത്രത്തിലുണ്ടാവും, ചിത്തിര അരയിലുണ്ടാകും. അപ്പോൾ ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നത്? 27 നക്ഷത്രക്കാരെയും ഇത് അനുകൂലമായിട്ട് ഭാവിക്കും. ഇതിൻ്റെ കാര്യം മംഗളകാരകൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മംഗൾയാനെ ഇവിടുന്ന് അയച്ചിട്ടുള്ളത്. അപ്പോൾ ചുമന്ന ഗ്രഹമാണെന്ന് പറയുന്നുണ്ട്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ചൊവ്വയുമായി ബന്ധപ്പെട്ടിട്ടാണ് ജോലി ചെയ്യുന്നത് എന്നുകൂടി അറിയുമ്പോഴാണ് അതിൻ്റെ മഹത്വം നമ്മൾ അറിയുന്നത്. ഡോക്ടർ മുതൽ ബിൽഡിങ് വർക്ക് ചെയ്യുന്നവർ ഉൾപ്പെടെ, ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്ക് ഉൾപ്പെടെയുള്ള ഭൂമിയുമായിട്ട്, റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ, സൈന്യം, പോലീസ്, വക്കീൽ, യൂണിഫോമുള്ള ഏത് തൊഴിലാളികൾക്കും കാരകത്വം വഹിക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ. അപ്പോൾ ഇത്രയും മംഗളകാരകനായിട്ടുള്ള ഒരു ഗ്രഹത്തിൻ്റെ രാശിമാറ്റം എങ്ങനെയാണ് നമുക്ക് ഗുണകരമായിട്ട് വരുന്നത്, എങ്ങനെയാണ് രാശിമാറ്റം ഉണ്ടാകുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ചൊവ്വയുടെ രാശിമാറ്റം നിലവിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ശത്രുഗ്രഹമായിട്ടുള്ള ബുധന്റെ രാശിയിലേക്കാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ ചൊവ്വയുടെ സ്ഥിതി എങ്ങനെ വരും എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം. ചൊവ്വയുടെ അനുകൂല സ്ഥിതിയാണ് പറയാൻ പറ്റുന്നത്. ശത്രു ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ദോഷകരമായിട്ട് ഭവിക്കത്തില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അതല്ല സംഭവിക്കാൻ പോകുന്നത്. നേർവിപരീത അവസ്ഥയാണ് സംഭവിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ട് ഞാനൊരു കാര്യം പറയാം. ചൊവ്വയ്ക്ക് 4-ാം ഭാവത്തിലേക്കും ഇതിൻ്റെ 7-8 ഭാവങ്ങളിലേക്ക് കൂടി ആർക്ക്? ചൊവ്വയ്ക്കൊരു ദൃഷ്ടിയുണ്ട് എന്ന് പറയും. അപ്പം ഇത് നമ്മൾ പറയുന്നതിൻ്റെ കാര്യം എന്താ വെച്ച് ചോദിച്ചാൽ, ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ട്. അപ്പം ചൊവ്വയുടെ രാശിമാറ്റം, ചൊവ്വ നിൽക്കുന്ന രാശിയിൽ നിന്നും 4-ാം ഭാവത്തിലേക്കും 7-ാം ഭാവത്തിലേക്കും 8-ാം ഭാവത്തിലേക്കും ദൃഷ്ടി വരും.
അപ്പോൾ ഇവിടെ നിൽക്കുന്നതിൻ്റെ അതേ രാശിയിലുള്ള ഫലസിദ്ധിയായിരിക്കും ഇത്രയും പേർക്കും വരുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ട് ഞാൻ പറയാം, മേടൻ രാശിക്കാർക്ക് ആരാണ് ചൊവ്വ എന്ന് ആദ്യം നിങ്ങൾ എഴുതി വെക്കണം. അശ്വതി, ഭരണി, കാർത്തിക കാലുകാർക്ക് എൻ്റെ ചന്ദ്രലഗ്നാധിപനും അഷ്ടമാധിപനുമാണ് ആര്? ചൊവ്വ. മേടക്കൂറുകാർ എഴുതി വെക്കണം. അശ്വതി, ഭരണി, കാർത്തിക കാല്, ഇവിടെ ചന്ദ്രൻ വരുന്ന ആളുകൾ എഴുതി വെക്കണം. എൻ്റെ അഷ്ടമാധിപനും ചന്ദ്രലഗ്നാധിപനും കൂടിയാണ് ചൊവ്വ. അപ്പം നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ട് ചൊവ്വയുടെ സ്ഥിതി എങ്ങോട്ട് മാറുന്നുണ്ടോ എന്ന് നോക്കേണ്ട പ്രധാനപ്പെട്ട ആളുകളാണ് ഈ പറയുന്ന മേടക്കൂറുകാരും ശ്രദ്ധിക്കണം. അശ്വതി, ഭരണി, കാർത്തിക കാലും വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടയും വരുന്ന വൃശ്ചിക കൂറുകാരും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപനും നിങ്ങളുടെ 6ാം ഭാവാധിപനുമാണ് എന്ന് നിങ്ങൾ എഴുതി വെക്കണം. ആര്? ഈ 2 കൂറുകാരും. അടുത്തതായിട്ട് ഞാൻ പറയാം, മീനക്കൂറുകാർക്കിടെ ചന്ദ്രലഗ്നാധിപൻ വ്യാഴമാണ്. നിങ്ങളുടെ അഷ്ടമാധിപനും ആര്? വ്യാഴമാണ്. ഈ അശ്വതി, പൂരുരുട്ടാതി കാൽ, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരുടെ ചന്ദ്രലഗ്നാധിപൻ വ്യാഴമാകുന്നു, അഷ്ടമാധിപനും വ്യാഴമാകുന്നു. ഇങ്ങനെ ഓരോരുത്തരും എഴുതി വെക്കുക. നിങ്ങൾക്ക് ഇതാണ്ട് കാർത്തിക മുക്കാല്, രോഹിണി, മകേരത്തര വരുന്ന ഇടവക്കൂറുകാരുടെ ചന്ദ്രലഗ്നാധിപൻ താണ്ട ശുക്രനാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ശുക്രനാണ്. നിങ്ങളുടെ 6ാം ഭാവാധിപത്യവും വഹിക്കുന്ന ആൾ ശുക്രനാണ്. അപ്പം നിങ്ങൾ ഓരോരുത്തരും എന്താ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെങ്ങോട്ട് പോകുന്നു, നിങ്ങളുടെ ലഗ്നാധിപൻ എങ്ങോട്ട് പോകുന്നു എന്നുള്ള ശ്രദ്ധയാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. അപ്പം മേടക്കൂറുകാർക്ക് ഇപ്പം നമ്മൾ ചൊവ്വയെക്കുറിച്ച് പറയുമ്പോൾ ചൊവ്വ 6ാം ഭാവത്തിലേക്കാണ് പോകുന്നത്. ശത്രു രോഗം മേടക്കൂറുകാർക്ക്. അപ്പം മേടക്കൂറുകാർക്ക് ശത്രുസ്ഥാനം, രോഗസ്ഥാനത്തേക്കാണ് ചൊവ്വയുടെ രാശിമാറ്റം വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഫലസിദ്ധി അനുസരിച്ച് നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള ശത്രുദോഷങ്ങളും ശത്രു ദുരിതങ്ങളും എല്ലാം വിട്ടൊഴിഞ്ഞു മാറിയിട്ട് സർവ ഐശ്വര്യം, മംഗളയോഗം, ധനയോഗം, ഭാഗ്യയോഗം, തൊഴിൽ യോഗം എന്ന് വേണ്ട എല്ലാ വിധത്തിലുള്ള ദുരിതങ്ങളും വിട്ടൊഴിഞ്ഞു മാറിയിട്ട് സർവ ഐശ്വര്യം ഉണ്ടാകുന്ന ഒരു സമയമായിട്ട് വേണം മേടക്കൂറുകാർ ഇതിനെ മനസ്സിലാക്കാൻ. അതുകൂടാതെ നിങ്ങൾ ദീർഘകാലമായി രോഗങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, വിഷമതകൾ, ഡിപ്രഷന് ഒക്കെ ബാധിച്ച് നിൽക്കുന്ന ആളുകളുണ്ടാകും. ബിസിനസ് നഷ്ടം വന്നത്, ധനനഷ്ടം വന്നത്, ആർക്കെങ്കിലും കടം കൊടുത്തത് തിരിച്ചു കിട്ടാത്ത അവസ്ഥ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ പണം കൊടുത്തിട്ടുള്ളത് കിട്ടാതെ കിടക്കുന്നത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു സോൾവ് ആകുന്ന ഒരു സമയം, ഒരു പരിഹാരമാകുന്ന ഒരു സമയമാണ് എന്നാണ് ജ്യോതിശാസ്ത്രപ്രകാരമായിട്ട് കണക്കൂട്ടിയപ്പോൾ കാണുന്നത്. ശത്രുസ്ഥാനത്തേക്കും രോഗസ്ഥാനത്തേക്കും മാറുമ്പോൾ ശത്രുക്കളുടെ പ്രഭാവം ചൊവ്വയുടെ, നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപനാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള ആള് ഇവിടെ വരുമ്പോൾ ഈ പറയുന്ന ദുരിതങ്ങൾ വിട്ടൊഴിഞ്ഞു മാറിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ഐശ്വര്യപ്രദമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. അതുകൂടാതെ നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപനും അഷ്ടമാധിപനുമായിട്ടുള്ള ചൊവ്വ കേതുവിനോട് യോഗം ചേർന്ന് കുജ-കേതു യോഗം എന്ന് പറയും. കുജ-കേതു യോഗം അത് വളരെയധികം ദോഷസ്ഥാനത്തായിരുന്നു. പക്ഷേ അതിൽ നിന്നും മാറ്റം വന്നിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന അനുകൂലമായിട്ടുള്ള ഫലസിദ്ധികൾ വന്നു ചേരുന്നു എന്നുള്ളതാണ് മേടക്കൂറുകാരെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഈ മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക കാലുകാർ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. ഈ ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത് ഇപ്പോൾ ആകാശമണ്ഡലത്തിൽ നടക്കുന്ന സ്ഥിതിയാണ്, എൻ്റെ ജാതകമല്ല, എൻ്റെ ചന്ദ്രനെ ആസ്പദമാക്കിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ എൻ്റെ ജാതകപ്രകാരം ധനസ്ഥാനത്ത് ആരുമില്ല, പക്ഷേ ധനത്തിൻ്റെ അധിപതിയായിട്ടുള്ള ശുക്രൻ, ഈ ധനാധിപതിയായിട്ടുള്ള ശുക്രൻ 3ാം ഭാവത്തിൽ വ്യാഴത്തിനോടുകൂടി യോഗം ചേർന്ന് നിൽക്കുന്നു. എൻ്റെ സഹോദരസ്ഥാനത്തും കുടുംബസ്ഥാനത്തുമായിട്ട് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, എൻ്റെ ഗൃഹം വാഹനസ്ഥാനത്ത് സൂര്യനും ബുധനും സഞ്ചരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എന്താണ് അനുകൂലമായിട്ടുള്ള ഭാവം? 4ാം ഭാവം ഗൃഹസ്ഥാനം, വാസസ്ഥാനം, അതുപോലെ തന്നെ നമ്മുടെ ശയനസ്ഥാനം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. അതുപോലെ തന്നെ നമുക്ക് എല്ലാ വിധത്തിലുള്ള ഗൃഹനിർമ്മാണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും എല്ലാം അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സമയമായിട്ട് വേണം കണക്കാക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ 5ാം ഭാവം മനസ്സിൻ്റെ സ്ഥാനത്തും അതുപോലെ തന്നെ സന്താനത്തിൻ്റെ സ്ഥാനത്തും ആര് സഞ്ചരിക്കുന്നുണ്ട്? കേതു സഞ്ചരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, കേതു പാപഗ്രഹമായതുകൊണ്ടും 5ാം ഭാവം പൂർവ്വ പുണ്യ നല്ല ഒരു സ്ഥാനം, അതായത് ത്രികോണ സ്ഥാനമായതുകൊണ്ടും നമുക്ക് മനസ്സിന് ക്ലേശങ്ങൾ വന്നു ചേരാനും സന്താനങ്ങൾക്ക് അരിഷ്ടതകൾ ഉണ്ടാകാനും സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളെ കൊണ്ട്, അവരുടെ മേൽഗതികളെക്കുറിച്ചുള്ള ചിന്തകളെ കൊണ്ട് നമുക്ക്
മാനസികമായി പ്രയാസമുണ്ടാകും എന്ന സമയമാണ് എന്ന് മനസ്സിലാക്കിയും കൂടെ വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 6-ാം ഭാവത്തിലേക്ക് വരുന്നത്. അപ്പോൾ ശത്രുസ്ഥാനത്തും രോഗസ്ഥാനത്തേക്കും മാറുമ്പോൾ അശ്വതി ഭരണി കാർത്തിക കാലിപ്പെട്ട ആളുകൾക്ക് രോഗശാന്തി ഉണ്ടാവുകയും മനഃശാന്തി ഉണ്ടാവുകയും സർവ്വവിധത്തിലുള്ള ധൈര്യം, അതുപോലെ തന്നെ ആത്മവിശ്വാസം ഈ നക്ഷത്രത്തിൽ പെടുന്ന തൊഴിലാളികൾ ഉണ്ടാകും. ഏത് തൊഴിലാളികളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ, അഗ്നിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ എന്ന് മാത്രം ഞാൻ പറയാം. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് വരും, ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് വരും, ബിൽഡിംഗ് തൊഴിലാളികൾ വരും, ഈ ലോറി ടിപ്പർ ലോറി ഓടിക്കുന്ന ആളുകളുണ്ടാകും, അതുപോലെ തന്നെ കറണ്ടിൻ്റെ ജോലിക്കാരുണ്ടാകും, കിണർ വർക്ക് ചെയ്യുന്നവരുണ്ടാകും, അതുപോലെ തന്നെ പ്ലംബിംഗ് വയറിംഗ് ജോലികൾ ചെയ്യുന്നവരുണ്ട്, ഫയർഫോഴ്സ് വർക്ക് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ചൊവ്വയുമായിട്ട് ചിന്തിക്കുന്ന എല്ലാ വിധത്തിലുള്ള യൂണിഫോമുള്ള തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്കും എല്ലാം തൊഴിൽപരമായിട്ടുള്ള മെച്ചങ്ങൾ ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ അശ്വതി ഭരണി കാർത്തിക കാലിപ്പെട്ടിട്ട് ഇപ്പോൾ തൊഴിലിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ അനുകൂലമായിട്ടുള്ള ഫലസിദ്ധി ഉണ്ടാകും. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരിക. അതുപോലെ തന്നെ നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾ നോക്കിക്കോ, ഭാഗ്യസ്ഥാനത്തേക്ക് ചൊവ്വ ദൃഷ്ടി ചെയ്യും. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ചൊവ്വയുടെ ദൃഷ്ടി ഇവിടെയും വരും. ഇവിടെ അപ്പോൾ ചൊവ്വ നിൽക്കുന്നതിന് തുല്യമായ ഫലസിദ്ധി ആയിരിക്കും വരുന്നത്. ചൊവ്വ ഇവിടെ ദൃഷ്ടി വരും. ചൊവ്വ ഇവിടെ ചൊവ്വയുടെ ദൃഷ്ടി വരും. അപ്പോൾ ഇത്രയും ഭാവങ്ങളിൽ ചൊവ്വ നിൽക്കുന്നതിൻ്റെ ഫലസിദ്ധി പോലെ നമുക്ക് വരും. നിങ്ങൾ ഏത് ജ്യോത്സ്യനെ വിളിച്ചു വേണേലും ചോദിച്ചോ, എല്ലാവരും ഇത് പറയത്തില്ല. അവർ പറയാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. രണ്ടാമത്തെ ഒരു കാര്യം, എല്ലാവർക്കും ഒരു 10-15 മിനിറ്റ് കൊണ്ടുള്ള വീഡിയോ കൊണ്ട് ഒരു ഫലസിദ്ധി പറഞ്ഞു പോയെന്ന കാര്യങ്ങൾ കേട്ടാൽ മതി. അതല്ല നമ്മൾ പറയുന്നത്. നിങ്ങളിത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ജ്യോതിഷം മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതകാലത്ത് ഒരു 10-12 പ്രാവശ്യം നമ്മളെ വീഡിയോസുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തന്നെ രാശിചക്രത്തിൽ എങ്ങോട്ട് മാറുന്നു എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പം മേടക്കൂറുകാർക്കായിട്ടുള്ളവർക്ക് നിങ്ങളുടെ 6-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തേക്കും നിങ്ങളുടെ 12-ാം സ്ഥാനത്തേക്കും ജന്മത്തിലേക്കും ആരുടെ ദൃഷ്ടി വരുന്നുണ്ട്? ചൊവ്വയുടെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പം ഇപ്രകാരം ചൊവ്വയുടെ സ്ഥാനമാറ്റം കൊണ്ട് പൊതുവിൽ ഐശ്വര്യം ഉണ്ടാവുക, ധനപുരോഗതി ഉണ്ടാവുക, വിദേശത്ത് നേട്ടങ്ങൾ ഉണ്ടാവുക, അതുപോലെ തന്നെ തൊഴിൽ പുരോഗതി ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾ എടുത്തു നോക്കിക്കോ, ചൊവ്വ അശ്വതി ഭരണി കാർത്തിക കാലിപ്പെടുന്ന ആളുകൾക്ക് ഈ വരുന്ന സമയം സെപ്റ്റംബർ മാസം ഓണം കഴിയുന്നത് വരെയുള്ള സമയം നല്ല തൊഴിലുകളായിരിക്കും. ഇഷ്ടംപോലെ തൊഴിലായിരിക്കും. പോയി ചെയ്ത് എത്തിപ്പെടാൻ പറ്റാത്ത വിധത്തിലുള്ള തൊഴിലുകൾ വർദ്ധിക്കുക, തൊഴിൽപരമായിട്ടുള്ള ഗുണം ഉണ്ടാവുക, വിദേശയാത്രാപരമായിട്ടുള്ള ഗുണം ഉണ്ടാവുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നു ചേരുക തന്നെ ചെയ്യും. നിങ്ങളുടെ ദോഷമായിട്ടുള്ളത് പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേതുവാണെന്നും നിങ്ങൾക്ക് ദോഷമായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ നിലവിൽ ശനിയാണെന്നും. വ്യയസ്ഥാനത്താണ് ആര് നിൽക്കുന്നത്? ശനി നിൽക്കുന്നത്. അതുകൊണ്ട് 7.5 കണ്ടകാല ശനി ഉണ്ടെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, കുങ്കുമാർച്ചന, വെണ്ണ നിവേദ്യം പോലുള്ള വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ ഗണപതി ഹോമം ചെയ്യുക, ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുക, നെയ്വിളക്ക് കത്തിക്കുക. ഗണപതി ക്ഷേത്രത്തിൽ എന്ത് വഴിപാടാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്രയും വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ഉത്തമമായിരിക്കും. ചൊവ്വ ഇവിടെ നിന്നുകൊണ്ട് ഇവിടെയും നോക്കുന്നുണ്ട്, ഇവിടെയും നോക്കുന്നുണ്ട്, ഇവിടെയും നോക്കുന്നുണ്ട്. അപ്പം ഇവിടെയും ചൊവ്വ നിൽക്കുന്നതിൻ്റെ ഫലസിദ്ധിയാണ്. ഇതെല്ലാവരെയും ബാധിക്കും. അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്ന കാര്യം കർക്കിടക കൂറുകാരുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. എല്ലാ കൂറുകാരുടെയും ഫലസിദ്ധി പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പം മേടക്കൂറുകാരുടെ ദോഷം, ഗുണം, അനുഭവം, ഇവരുടെ സ്ഥിതി എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാക്കി തരാം. നമുക്ക് കർക്കിടക കൂറുകാരുടെ ജ്യോതിഷ ഫലം പറയുന്നത് നിങ്ങളുടെ ജന്മത്തിൽ നിൽക്കുന്നത് ആരൊക്കെ എന്ന് നിങ്ങൾ ആദ്യം എഴുതി വെക്കുക. ജന്മം എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും നിങ്ങൾ കർക്കിടകത്തിൽ കൂറുകാരുടെ ചന്ദ്രൻ വരുന്നത്. ആരൊക്കെയാണ് കർക്കിടക കൂറിൽ വരുന്നത്? പുണർദത്തിൽ കാലും പൂയവും ആയില്യവും വരുന്ന നക്ഷത്രക്കാരാണ്. പുണർദത്തിൽ കാല്, പൂയം, ആയില്യക്കാർക്ക് ചന്ദ്രൻ ഇവിടെ വരുന്നവർ, ചന്ദ്രൻ ഇവിടെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതകം എടുക്കുമ്പോൾ അവിടെ ച എന്നിവിടെ ആയിരിക്കും അടയാളപ്പെടുത്തിയിരിക്കുക. ബാക്കിയുള്ള ഗ്രഹസ്ഥിതി നിങ്ങൾ ഗ്രഹത്തിൽ ജാതകത്തിലെ നോക്കണ്ട. ചന്ദ്രൻ ഇവിടെ വരുന്ന ഗ്രഹക്കാർക്ക് ജന്മത്തിൽ ബുധനും സൂര്യനും. അപ്പം ബുധൻ ആരാണെന്ന് നിങ്ങൾ എഴുതി വെക്കണം. എൻ്റെ ജാതകപ്രകാരം 3-ാം ഭാവാധിപനും 12-ാം ഭാവാധിപനുമാണ് ബുധൻ. അതൊരിക്കലും മാറത്തില്ല. സൂര്യൻ ആരാണ്? നിങ്ങളുടെ പുണർദത്തിൽ കാല്, പൂയ, ആയില്യക്കാർക്ക് സൂര്യൻ ആരാണ്? സൂര്യൻ ഇപ്പം ജന്മത്തിൽ സഞ്ചരിക്കുക. എൻ്റെ സൂര്യൻ ആരാണ്? എനിക്ക് ധനത്തിൻ്റെ അധിപനാണ്. അത് എഴുതി വെക്കണം, ഒരിക്കലും മാറത്തില്ല. അപ്പോൾ പുണർദത്തിൽ കാലും പൂയോ ആയില്യക്കാർ എഴുതി വെക്കണം. എൻ്റെ ജന്മരാശിയിൽ എന്നോടൊപ്പം സഞ്ചരിക്കുന്നത് എൻ്റെ ധനാധിപൻ എൻ്റെ കൂടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. കാശ് ചോദിച്ചാൽ മതി, അപ്പോൾ തന്നെ എടുത്തു തരുന്ന ആൾ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ഇളയ സഹോദര സ്ഥാനം വരുന്നതും കുടുംബസ്ഥാനം വരുന്നതുമായിട്ടുള്ള ബുധനും
വിദേശാധിപനായിട്ടുള്ള നഷ്ടാധിപനും നാശാധിപനുമായിട്ടുള്ള ബുധനും നിൽപ്പുണ്ട്. അപ്പം വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളായിട്ടുള്ള നിങ്ങൾക്ക് ഇപ്പോൾ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളും വിദേശ രാജ്യങ്ങളിൽ പ്രൊമോഷൻ, തൊഴിലിന് മാറ്റങ്ങൾ, അതുപോലെ തന്നെ ശമ്പള വർധനവിനൊക്കെ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക്, വിസിറ്റിംഗ് വിസയിലൊക്കെ പോയി നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള ഭാവം തെളിഞ്ഞു വരും എന്നുള്ളതാണ് ജ്യോതിശാസ്ത്ര പ്രകാരം പറയുന്നത്. ഇന്ന് നമ്മൾ പ്രധാനമാക്കി പറയുന്നത് എല്ലാ ഗ്രഹങ്ങളെക്കുറിച്ചും പറയുന്നുണ്ടെങ്കിൽ ചൊവ്വയെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആരാണ് ചൊവ്വ എന്ന് നോക്കണം. അതാണ് പ്രധാനമായിട്ട് പോയിന്റ്. നിങ്ങളുടെ യോഗകാരകനാണ് ചൊവ്വ. നിങ്ങളുടെ യോഗകാരകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5ാം ഭാവാധിപത്യവും 10ാം ഭാവാധിപത്യവും വഹിക്കുന്ന ആളാണ് ചൊവ്വ. എഴുതി വെക്കുക. ഈ അടുത്ത വീഡിയോയിൽ എനിക്കിത് പറയേണ്ട അവസരം വരരുത്. പുണർദത്തിൽക്കാലും പൂയോ ആയില്യക്കാൽ എഴുതി വെക്കണം. എൻ്റെ ജാതകപ്രകാരം എൻ്റെ കർമ്മത്തിൻ്റെ അധിപൻ, എൻ്റെ തൊഴിലിൻ്റെ അധിപൻ, എൻ്റെ എല്ലാ വിധത്തിലുള്ള പ്രവൃത്തികളുടെയും അധിപനായിട്ടുള്ളത് ചൊവ്വയാണ്. അതൊരിക്കലും മാറത്തില്ല. ആ ആളിൻ്റെ അധിപനും കൂടെ മനസ്സിൻ്റെ കാരകനും സന്താനങ്ങളുടെ കാരകനും അധിപനും കൂടിയാണ് ആര്? ചൊവ്വ. ഇപ്പോൾ ഗ്രഹസഞ്ചാര സ്ഥിതി അനുസരിച്ച് ചൊവ്വ എനിക്ക് എവിടെ സഞ്ചരിക്കുന്നു? എൻ്റെ കുടുംബസ്ഥാനത്തും അതുപോലെ തന്നെ എൻ്റെ ഇളയ സഹോദര സ്ഥാനത്തുമായിട്ടുള്ള 3ാം ഭാവത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം 3ാം ഭാവത്തിൽ ചൊവ്വ വന്നു കഴിഞ്ഞാൽ എൻ്റെ എവിടെയൊക്കെ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നുണ്ട്? എൻ്റെ ജാതകപ്രകാരം എൻ്റെ 6ാം ഭാവത്തിലേക്കും ദൃഷ്ടി വരുന്നുണ്ട്, എൻ്റെ ഭാഗ്യസ്ഥാനത്തേക്കും ദൃഷ്ടി വരുന്നുണ്ട്, എൻ്റെ കർമ്മസ്ഥാനത്തേക്കും ദൃഷ്ടി വരുന്നുണ്ട്. എത്ര നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. അപ്പം നിസ്സാരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കിയാൽ എളുപ്പമല്ലേ? ഞാൻ നിസ്സാരമായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത് പഠിച്ചത് കൊണ്ടാണ് പറയുന്നത്. എവിടെയെങ്കിലും നോക്കിയിട്ട് എഴുതി വെച്ചിട്ട് നമ്മൾ പെർഫോം ചെയ്യുകയല്ല. ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ചിട്ടല്ല ഈ വരുന്നത്. ഇങ്ങനെ കുറേ നേരം ഇരുന്നിട്ട് എവിടെയെങ്കിലും ഇരുന്ന് പഠിച്ചിട്ട് പറയല്ല. ഇങ്ങനെ എഴുതി വെച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പറയുന്നതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കി നിങ്ങൾ ഇതുപോലെ മനസ്സിലാക്കണം. നമ്മൾ ഈ മുഖം കാണിക്കാതെ ഇന്നിത് സംഭവിക്കും, നാളെ ഇത് സംഭവിക്കും, മറ്റന്നാൾ ഇത് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പ്രലോഭിപ്പിച്ച് മാനസിക രോഗികളാക്കി മാറ്റുന്ന ഒരുപാട് ജ്യോതിഷ ചാനലുകൾ ഇതിനകത്തുണ്ട്. അവർ നിങ്ങളെ മാനസിക രോഗത്തിലേക്കും അതുപോലെ തന്നെ നിങ്ങളെ ചിന്താക്കുഴപ്പത്തിലേക്കും ആശയക്കുഴപ്പത്തിലേക്കും തള്ളിവിടുകയും നിങ്ങളെ കൊണ്ട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്ന ഒരുപാട് പേര് ഇതിനകത്തുണ്ട്. കറുടുപ്പ് കൊണ്ടുപോയി അവിടെ വിതറുക, കർപ്പൂരം പച്ചക്കർപ്പൂരം ഇവിടെ വിതറുക, മഞ്ഞൾ കൊണ്ടുപോയി അവിടെ കിളക്കി ഒഴിക്കുക, ഇങ്ങനെയൊക്കെ പറയും. കുറേ സംഖ്യകളൊക്കെ വിരലിൽ എഴുതാൻ പറയും. ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. നിങ്ങളുടെ കർമ്മമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പം നിരീശ്വരവാദികൾ പറയുന്ന പോലെ നിങ്ങൾക്ക് ജോലി ചെയ്താൽ നമുക്ക് ജീവിക്കാം. സത്യമാണ്, പറയുന്നത് സത്യമാണ്. പക്ഷേ ആ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അറിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ദുരിതം ഉണ്ടെങ്കിൽ മാറുന്നതിനും നമ്മുടെ ഗ്രഹസ്ഥിതി അറിയുന്നതിനും വേണ്ടിയിട്ട് കൂടെ ചേർന്നാണ് ഇത് പറയുന്നത്. ആരും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മൾ കർമ്മം ചെയ്യാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ജ്യോതിഷം പഠിച്ച് ജ്യോതിഷം പറയണമെങ്കിൽ പഠിക്കാതെ പറ്റത്തില്ല, കഷ്ടപ്പെടാതെ പറ്റത്തില്ല. അപ്പം അതിനെക്കുറിച്ച് പോകുന്നില്ല. ഇപ്പം പുണർദത്തിൽ കാലം പൂയോ ആയില്യക്കാരെ എഴുതി വെക്കുക. എനിക്ക് ജാതകപ്രകാരം എൻ്റെ 12ാം ഭാവം വിദേശസ്ഥാനത്ത് നഷ്ടസ്ഥാനം നാശസ്ഥാനമായിട്ടുള്ള സ്ഥലത്താണ് ആര് നിൽക്കുന്നത്? വ്യാഴവും ശുക്രനും നിൽക്കുന്നത്. അത് നിർഭാഗ്യമാണ്. അത് ഈ ഒരു വർഷത്തേക്ക് നമുക്ക്, ഒരു വർഷം ഇനി 10 മാസം കൂടെ ഉള്ളൂ. അടുത്ത വർഷം മെയ് ആകുമ്പോൾ മാറും. അതുവരെ എനിക്ക് കുറച്ച് നിർഭാഗ്യാവസ്ഥയുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞു. ആ പോയിന്റ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. വ്യാഴം 12-ൽ, ശുക്രനും 12-ലാണ്. പക്ഷേ പുണർദത്തിൽ കാല് പൂയോ ആയില്യ നക്ഷത്രക്കാരായിട്ട് നമ്മുടെ രാജ്യം വിട്ട് വെളിയിലിരിക്കുന്ന കേൾക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സന്തോഷിക്കണം. കാരണം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ്. നിങ്ങൾക്ക് വ്യാഴവും ശുക്രനും അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്. ധനപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുകയും വളരെയധികം ഐശ്വര്യങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ നമ്മുടെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട സമയമല്ല എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങളുടെ ദശാപഹാര കാലവും കൊണ്ട് പ്രശ്നം കൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്. അപ്പം നമുക്കത് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാം. പുണർദത്തിൽ കാലം പൂയോ ആയില്യം വരുന്ന ഒരാളത് കേൾക്കുന്നെങ്കിൽ ഇയാളുടെ നക്ഷത്രം പൂയമാണെന്ന് വിചാരിക്കുക. ചുമ്മാ എഴുതുകയാണ്. പൂയ നക്ഷത്രക്കാരൻ ശനി ദശയിലാണ് ജനിക്കുന്നത്. ആ കക്ഷിക്ക് ഇപ്പം ശനി ദശയാണ് 9 വയസ്സ് വരെ. 17 വയസ്സ്, 17, 9, 26 വയസ്സ് വരെ നമുക്ക് ബുധനാണെന്നും 33 വയസ്സ് വരെ ഈ കക്ഷിക്ക് കേതുവാണെന്നും മനസ്സിലാക്കാം. വെറുതെ മനസ്സിലാക്കി. അപ്പം ഈ നക്ഷത്രക്കാരന് ഇപ്പം 26 വയസ്സിനും 33 വയസ്സിനും ഇടയ്ക്കുള്ള ഒരു പയ്യനാണ് അല്ലെങ്കിൽ ഒരു പുരുഷനാണ് ഇത് കാണുന്നതെങ്കിൽ ഈ കക്ഷി ഇത് കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിന് വിഷമസ്ഥിതി ആയിരിക്കും. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന് കേതുവാണല്ലോ. അപ്പം 33 വയസ്സ് വരെ കേതു ഉള്ളത് കൊണ്ട് ഇദ്ദേഹത്തിന് ഇത് കേൾക്കുമ്പോൾ ചിലപ്പം ഈ പറയുന്നത് കൊണ്ട് ഇദ്ദേഹത്തിന് തള്ളിക്കളയേണ്ടതായിട്ട് തോന്നും. കാരണം എന്താണെന്നറിയാവോ? ഈ പറയുന്ന അനുഭവമല്ല കക്ഷിക്ക് വരാൻ പോകുന്നത്. കക്ഷിക്ക് ഉണ്ടാകുന്നതെല്ലാം നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും. ചെയ്യാത്ത കുറ്റത്തിന് വഴി കേൾക്കുക, അപവാദങ്ങളിൽ ചെന്ന് പെടുക, ആപത്തുകൾ ഉണ്ടാവുക, മുറിവ് ചതവുകൾ ഉണ്ടാവുക, ഇങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിഷമിക്കേണ്ട അവസ്ഥ വരും. കേതുർദശാകാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
അത് കഴിയുന്നത് വരെ ആർക്കും ഒന്നും ചെയ്യാനൊക്കാത്തൊരവസ്ഥയായതുകൊണ്ട് അദ്ദേഹത്തിന് അതിനുള്ള വഴിപാടുകളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ അങ്ങനെ ഒരു കാര്യമല്ല പറയാൻ പോകുന്നത്, ഉദാഹരണം പറഞ്ഞു തന്നതാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങളുടെ യോഗകാരകത്വം വഹിച്ചിരിക്കുന്ന ചൊവ്വ എവിടെ നിൽക്കുന്നു? എൻ്റെ 3-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് എൻ്റെ 6-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു, എൻ്റെ ഭാഗ്യസ്ഥാനത്തേക്കും ദൃഷ്ടി ചെയ്യുന്നു, എൻ്റെ കർമ്മസ്ഥാനത്തേക്കും മംഗളകാരകനായിട്ടുള്ള ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നു. എനിക്ക് ദോഷമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളായിട്ട് വന്നിരിക്കുന്നത് ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യാഴശുക്രന്മാർ 12-ൽ നിൽക്കുന്നതിനാലുള്ള ദോഷമുണ്ടെന്നും, എൻ്റെ ധനസ്ഥാനത്ത് കേതുവിൻ്റെ സ്ഥിതി ഉള്ളതുകൊണ്ടുള്ള ദോഷമുണ്ടെന്നും, എൻ്റെ അഷ്ടമസ്ഥാനത്ത് രാഹുവിൻ്റെ സ്ഥിതി ഉള്ളതുകൊണ്ടുള്ള ദോഷമുണ്ടെന്നും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ കുടുംബപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഇളയ സഹോദരന്മാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അത് മാറുക, ഇളയ സഹോദരന്മാരെ കൊണ്ടുള്ള ഗുണങ്ങളുണ്ടാവുക, അതുപോലെ തന്നെ കുടുംബപരമായിട്ട് ഭൂമിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങളോ കേസുകളോ വഴക്കുകളോ ഉണ്ടെങ്കിൽ അത് വിട്ടൊഴിഞ്ഞു മാറുക, പാർട്ടീഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനം ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു ചേരുകയും, നിങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ ശത്രുദോഷങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ശത്രുദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മളെ ഉപദ്രവിക്കുന്നതിന് മാത്രമല്ല ശത്രുദോഷങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് മാനസികമായിട്ട് പലവിധത്തിലുള്ള ഡിപ്രഷൻ ബാധിക്കുക, ഒന്നിനും നിരാശ ബാധിക്കുക, ഒന്നും ചെയ്യാനൊക്കാത്ത അവസ്ഥയെ ശത്രുദോഷമായിട്ടാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. ഒരു വ്യക്തിയെ ശത്രുവായിട്ട് കാണുന്നില്ല ജ്യോതിഷത്തിൽ പറയുന്നത് കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യാദികളെ കൊണ്ടും നമ്മുടെ കർമ്മദോഷങ്ങളിൽ വന്നിട്ടുള്ള പാകപ്പിഴകളെ കൊണ്ടും നമുക്ക് മാനസികമായി വിഷമങ്ങളെ ബാധിക്കുന്നതിനെയാണ് ശത്രു എന്ന് പറയുന്നത്. നിങ്ങളുടെ ശത്രു അതാണ്, നിങ്ങളുടെ ശത്രുവായിട്ട് നിങ്ങളുടെ നിഴല് പോലെ നിങ്ങളെ പിന്തുടരുകയാണ് ഈ ശത്രു. അപ്പോൾ ഈ ശത്രുദോഷങ്ങൾ വിട്ടൊഴിഞ്ഞ് മാറിയിട്ട് നിങ്ങൾക്ക് നല്ല അനുകൂലമായിട്ടുള്ള സമയം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കോണമെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് രോഗം മാറാനുള്ള അവസ്ഥയുണ്ടാകുന്നു, ശത്രുദോഷങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞ് മാറി മാനസികമായിട്ടൊക്കെ നല്ല ബലം വരികയും നല്ല വിജയം ഉണ്ടാവുകയും ഊർജ്ജസ്വലത ഉണ്ടാവുക, കായികപരമായിട്ടുള്ള വിജയങ്ങൾ ഉണ്ടാവുക, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, അതുപോലെ തന്നെ നമുക്ക് ഇളയ സഹോദരന്മാരെ കൊണ്ടും, അതുപോലെ തന്നെ എന്തെങ്കിലും വിധത്തിലുള്ള രോഗാഷ്ഠതകൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം വിട്ടൊഴിഞ്ഞ് മാറുക, പിതാവിൻ്റെ കുടുംബ രംഗ സംബന്ധമായിട്ടുള്ള ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വിട്ടൊഴിഞ്ഞ് മാറുക, കർമ്മ പുരോഗതി ഉണ്ടാവുക, തൊഴിൽ പുരോഗതി ഉണ്ടാവുക, ഐശ്വര്യം ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം വന്നു ചേരും എന്നാണ് പറയുന്നത്. എന്ന് വരെ സെപ്റ്റംബർ 13 വരെയുള്ള സമയമാണ്. ഈ സമയം വളരെയധികം അനുകൂലമായതിനാൽ അതിനെ പ്രയോജനപ്പെടുത്തിയെടുക്കണം. ദോഷത്തെക്കുറിച്ച് പറഞ്ഞു. ദോഷപരിഹാരമായിട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാലയും അല്ലെങ്കിൽ താമരമുട്ടിൻ്റെ മാലയും ചാർത്തിക്കൊണ്ട് ഭാഗ്യസൂക്ത മന്ത്ര അർച്ചന വഴിപാട് ചെയ്യുക. കുടുംബക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്യുക, അഷ്ടദ്രവ്യ ഗണപതി ഹോമം ചെയ്യുക. നാഗദൈവങ്ങൾക്ക് മാതാവിൻ്റെ കുടുംബക്ഷേത്രത്തിൽ, മാതാവെന്ന് വെച്ചാൽ അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ അല്ലെങ്കിൽ മൂലക്ഷേത്രങ്ങളിൽ നാഗദൈവങ്ങൾക്ക് മഞ്ഞൾപ്പൊടി കരിക്കുക, അഭിഷേകങ്ങളൊക്കെ ചെയ്ത് മാലയൊക്കെ സമർപ്പിച്ച് പൂക്കുലയൊക്കെ സമർപ്പിച്ചുകൊണ്ട് നിവേദ്യങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു നോക്കിക്കോ, ഉറപ്പായിട്ടും പ്രശ്നങ്ങൾ മാറുക തന്നെ ചെയ്യും. അപ്പോൾ കർക്കിടകൂറുകാരുടെയും ഫലം പറഞ്ഞു, മേടക്കൂറുകാരുടെയും ഫലം പറഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് നേരെ വരേണ്ടത് തുലാക്കൂറിലേക്കാണ് വരുന്നത്. തുലാക്കൂറുകാർക്ക് എന്താണ് ഫലസിദ്ധി വരാൻ പോകുന്നത്? ഈ വരുന്ന സെപ്റ്റംബർ 13 വരെയുള്ള ഫലസിദ്ധികൾ എന്താണ്? നിങ്ങൾക്ക് ജാതകപ്രകാരം നിലവിൽ എന്താണ് അവസ്ഥ എന്ന് നിങ്ങൾ തന്നെ ആദ്യം മനസ്സിൽ ഈ പറയുന്നതിന് മുമ്പ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എഴുതി വെക്കണം. എങ്ങനെ എഴുതി വെക്കും? കഴിഞ്ഞ വീഡിയോസിനകത്ത് പറഞ്ഞതുപോലെ തന്നെ. അറിഞ്ഞുകൂടാത്തവർക്ക് ഇതാ ഇപ്പോൾ പറഞ്ഞു തരാം. നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപൻ ആരാണ്? ശുക്രൻ. ഇതവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തർ എഴുതി വെക്കണം. നിങ്ങളുടെ കർക്കിടകൂറുകാരുടെ ചന്ദ്രലഗ്നാധിപൻ ചന്ദ്രനാണ്. മകം പൂരോത്തരത്തിൽ ചിങ്ങത്തിൻ്റെ ഇങ്ങനെ അങ്ങോട്ട് വന്നില്ല. നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപൻ സൂര്യനാണ്. അപ്പോൾ തുലാത്തിലോട്ട് വന്നിട്ടുണ്ട്. തുലാത്തിൻ്റെ ചന്ദ്രലഗ്നാധിപൻ, ഇവിടെ ചന്ദ്രലഗ്നാധിപൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ തുലാക്കൂറുകാരുടെ ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള ശുക്രൻ എനിക്ക് ആദ്യം എവിടെ നിൽക്കുന്നു? നിങ്ങൾ ഏറ്റവും ആദ്യം പ്രീതിപ്പെടുത്തേണ്ട ഒരു ഗ്രഹം ശുക്രനെയാണ്. ശുക്രനെ എങ്ങനെ പ്രീതിപ്പെടുത്താൻ പറ്റും? ശുക്രന്റെ സ്തോത്രം ജപിക്കാം. ശുക്രനെ പ്രതിനിധാനം ചെയ്യുന്നത് അന്നപൂർണേശ്വരി മഹാലക്ഷ്മി ദേവികളാണ്. ദേവീ ക്ഷേത്രങ്ങളിലാണ് നമ്മൾ, അല്ലെങ്കിൽ ദേവിമാരെയാണ് ഭജിക്കേണ്ടത്. ദേവി മഹാത്മ്യം, അതുപോലെ ലളിതാ സഹസ്രനാമ ജപം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ദേവീക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ സമർപ്പിക്കുക, വെള്ളപ്പട്ട് സമർപ്പിച്ചുകൊണ്ട് പുഷ്പാഞ്ജലികളൊക്കെ സമർപ്പിക്കുക, പാൽപ്പായസ നിവേദ്യങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കേണ്ട ജാതകക്കാരാണ് ആര്? ചിത്തിരയും ചോതിയും വിശാഖത്തിൽ മുക്കാല് വരുന്ന തുലാക്കൂറുകാർ. ഈ 27 നക്ഷത്രക്കാരും നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിത് മുഴുവനായും ക്ഷമയോടുകൂടിയും കേൾക്കുക. മറ്റ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള പല ചാനൽസുകളിലും പോയി മുഖമില്ല സംസാരിക്കുന്നവരുടെ കാര്യങ്ങൾ കേൾക്കാതിരിക്കുക.
എന്ന് വെച്ച് എൻ്റെ വീഡിയോസ് മാത്രം കാണണമെന്നല്ല ഞാൻ പറയുന്നത്. ഒരുപാട് പേര് അങ്ങനെ നല്ല രീതിയിൽ പറയുന്നവരുണ്ട്. നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം ഗുണകരമായിട്ട് വരും. നമ്മുടെ എല്ലാവരുടെയും ദോഷങ്ങൾ മാറും. നിങ്ങൾക്ക് വിജയം ഉണ്ടാകണം, ധനപുരോഗതി ഉണ്ടാകണം, ഐശ്വര്യം ഉണ്ടാകണം, നല്ല കുടുംബം ഉണ്ടാകണം, നല്ല സന്താനം ഉണ്ടാകണം, മേൽഗതി ഉണ്ടാകണം. അതിലേക്കുള്ള പരിശ്രമമാണ് നമ്മുടെ ജീവിതം എന്നാണ് ഭഗവത്ഗീത ഉൾപ്പെടെ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ അവസ്ഥ ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ കർമ്മത്തിലേക്ക് നോക്കൂ. നിങ്ങളുടെ കർമ്മം നിങ്ങളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ജ്യോതിശാസ്ത്രപരമായിട്ടും പറയുന്നത് എന്താണ്? കർമ്മം കൊണ്ട് നേടാനാണ് പറയുന്നത്. അപ്പം ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ചുകൊണ്ട് ദോഷമായി നിൽക്കുന്ന ഗ്രഹങ്ങൾക്കുള്ള പ്രതിവിധികൾ മാത്രം ചെയ്താൽ മതി. എന്നെ വിളിക്കുന്ന ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എനിക്ക് തൊഴിൽ ഒന്ന് ശരിയാക്കണം, ഗവൺമെൻറ് ജോലി കിട്ടുമെന്നൊന്ന് നോക്കിയേ തിരുമേനി, വേഗം പറഞ്ഞേ, എൻ്റെ മകളുടെ കല്യാണം എന്ന് നടക്കും. ഇങ്ങനല്ല നിങ്ങൾ വിചാരിക്കേണ്ടത്. നിങ്ങൾ തൊഴിലെന്ന് കിട്ടും, കല്യാണം ഒന്ന് നടക്കുമെന്നൊന്നും നിങ്ങൾ ചിന്തിച്ചില്ലേലും കുഴപ്പമില്ല. അതൊക്കെ ശരിയായി വരും. ലോകത്തുള്ളവരെല്ലാം ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പൂജകൾ ചെയ്തിട്ടല്ലല്ലോ, കല്യാണം നടക്കാൻ വേണ്ടി പൂജ ചെയ്തിട്ടല്ലല്ലോ കല്യാണം നടക്കുന്നത്. ഗൾഫിലുള്ളവരാരെങ്കിലും പൂജാരിമാരെ കൊണ്ട് പൂജ ചെയ്തിട്ടാണ് അറബികൾ കല്യാണമൊക്കെ നടത്തുന്നത്. അതല്ല, നിങ്ങളുടെ കർമ്മങ്ങൾ ശരിയായി വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ജ്യോതിഷത്തിൻ്റെ പ്രാധാന്യമാണ് ഈ പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ ജാതകപ്രകാരം തുലാക്കൂറുകാർ എഴുതി വെക്കണം, നിങ്ങളുടെ ജാതകപ്രകാരം എൻ്റെ ലഗ്നാധിപൻ ചന്ദ്രലഗ്നാധിപൻ എന്നാണ് പറയുന്നത്. വേറെ ലഗ്നം നിങ്ങൾക്കുണ്ട്. ഇപ്പം ഇവിടെ ആയിരിക്കും നിങ്ങളുടെ ലഗ്നം വന്നാൽ ആ ലഗ്നം തന്നെ ശുക്രനായിരിക്കും. ഇവിടെയാണ് നിങ്ങളുടെ ലഗ്നം വരുന്നതെങ്കിൽ നിങ്ങളുടെ ലഗ്നാധിപൻ ബുധനായിരിക്കും. ഇത് നമ്മൾ ജ്യോതിഷപരമായിട്ട് പറയുമ്പോൾ തുലാക്കൂറുകാരിൽ വരുന്ന ചിത്തിരേരയും ചോതിയും വിശാഖത്തിൽ മുക്കാലുകാരുടെ ചന്ദ്രലഗ്നാധിപൻ ശുക്രനാണെന്നും ശുക്രൻ ഇപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എഴുതി വെച്ചോളുക. അത് കഴിഞ്ഞാൽ കർമ്മസ്ഥാനത്തേക്ക് വരും. അടുത്ത ഇവിടെ ശൂന്യ ഞാൻ ഇവിടെ എഴുതുന്ന സമയത്ത് അടുത്ത മാസം ഇവിടെ എഴുതും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കർമ്മസ്ഥാനത്തേക്ക് വന്നു. അത് കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി വെക്കണം, എനിക്ക് ലാഭസ്ഥാനത്തേക്ക് വന്നു. നിങ്ങൾ ഓരോരുത്തരും എഴുതി വെക്കുക. ഇപ്പം തുലാക്കൂറുകാരോട് പറയുന്നതനുസരിച്ച് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഈ ഭാവങ്ങളെ കണക്കൂട്ടണം. തുലാക്കൂറുകാർക്ക് ഇതാ 2ാം ഭാവം, ധനസ്ഥാനം ഇതാണ്, കുടുംബസ്ഥാനം ഇതാണ്, ഗൃഹസ്ഥാനം ഇതാണ്, മനസ്സിൻ്റെ സന്താനത്തിൻ്റെ സ്ഥാനം ഇതാണ്, ശത്രു രോഗസ്ഥാനം ഇതാണ്, ഭാര്യാസ്ഥാനവും ഐശ്വര്യസ്ഥാനവും ഇതാണ്, നിങ്ങളുടെ അഷ്ടമം ആയുഷിന്റെ സ്ഥാനം ഇതാണ്, നിങ്ങളുടെ ഭാഗ്യസ്ഥാനം ഇതാണ്, നിങ്ങളുടെ കർമ്മസ്ഥാനം ഇതാണ്, നിങ്ങളുടെ ലാഭസ്ഥാനം ഇതാണ്, നിങ്ങളുടെ നഷ്ടസ്ഥാനം, വിദേശസ്ഥാനം, നാശസ്ഥാനം 12ാം ഭാവമായിട്ടുള്ള കന്നിരാശിയാണ് എന്ന് ആരെഴുതി വെക്കുന്നു? തുലാക്കൂറുകാരായിട്ടുള്ള ചിത്തിരേരയും ചോതിയും വിശാഖത്തിൽ മുക്കാലുകാർ എഴുതി വെക്കുന്നു. അപ്പം ആദ്യം നിങ്ങൾ ആരെ നോക്കി? എൻ്റെ ചന്ദ്രലഗ്നാധിപനെ നോക്കി. എപ്പോഴും നിങ്ങൾ ശുക്രന്റെ പുറകെ പോയിക്കൊണ്ടേയിരിക്കണം. അപ്പം ശുക്രൻ എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കിക്കൊണ്ട് ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നു. അതുകൂടാതെ അവിടെ തന്നെ വ്യാഴവും സഞ്ചരിക്കുന്നു ഭാഗ്യസ്ഥാനത്തേക്ക്. ഇവിടെ നിന്നുകൊണ്ട് വ്യാഴം ഇങ്ങോട്ടും കൂടെ നോക്കുന്നുണ്ട്. അതായത് നേരത്തെ ചൊവ്വ ഇവിടെ നമ്മൾ എഴുതിയതുപോലെ തന്നെ വ്യാഴത്തെ നമ്മൾ ഇവിടെയും കൂടെ എഴുതേണ്ടതായിട്ട് വരും. വ്യാഴം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. വ്യാഴത്തിന് ഇതാ ഇവിടെയും ഒരു ദൃഷ്ടിയുണ്ട്. ശുക്രന് ഇതാ ഇവിടെ ഒരു ദൃഷ്ടിയുണ്ട്. ശുക്രന് എല്ലാ ഗ്രഹങ്ങൾക്കും 7ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട്. ശനിക്കുണ്ട് 3, 7, 10 ഭാവങ്ങളിലേക്ക് ശനിക്കുള്ള ദൃഷ്ടിയുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇപ്പം നമ്മളെല്ലാം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകാത്ത അവസ്ഥ വരും. പല ആളുകളും ഇയാൾ എന്തുവാ പറയുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കാത്തത് കൊണ്ടാണ് മനസ്സിലാകാത്തത്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ സ്പ്ലിറ്റായിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ചാടിപ്പോവും. അങ്ങനെ സ്വഭാവം എനിക്കുണ്ട്. പക്ഷേ ഇത് കൃത്യമായിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കയറി പറയുന്നതിനുള്ളതേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഈ തുലാക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് പറയുന്നത്. നിങ്ങളപ്പോൾ ചിത്തിരേരയും ചോതിയും വിശാഖത്തിൽ മുക്കാലുകാരും മനസ്സിലാക്കുന്നു. ഇത് വലിയ പോയിന്റുള്ള കാര്യമല്ലേ ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ പോയിന്റ് മനസ്സിലാക്കി വെച്ചാൽ പിന്നെ ഇത് നിങ്ങൾ കണ്ടില്ലേലും കുഴപ്പമൊന്നുമില്ല. നാളെ എൻ്റെ വീഡിയോ കാണണമെന്നേ ഇല്ല. നിങ്ങൾക്ക് തനിയെ ഈ ജ്യോതിഷം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തുലാക്കൂറുകാർ എഴുതി വെക്കുന്നു, എൻ്റെ ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴവും ശുക്രനും സഞ്ചരിക്കുന്നതിനാൽ എനിക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഭാഗ്യ അനുഭവം ഉണ്ടാകേണ്ട കാലമാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ജാതകപ്രകാരം എൻ്റെ ധനാധിപൻ ആരാണ്? ചൊവ്വയാണ്. അതൊരിക്കലും മാറാൻ പോകുന്നില്ല. ചിത്തിരേരയും ചോതിയും വിശാഖത്തിൽ മുക്കാലുകാരുടെ ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള ആൾക്കാർ മനസ്സിലാക്കണം, എൻ്റെ ധനാധിപനും എൻ്റെ ഭാര്യാസ്ഥാനത്തിൻ്റെയും ഐശ്വര്യസ്ഥാനത്തിൻ്റെയും അധിപനായിട്ടുള്ള ഗ്രഹം എനിക്ക് വിദേശസ്ഥാനത്തും നിൽക്കുന്നു. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് എവിടെയൊക്കെ നോക്കുന്നു? എൻ്റെ 3ാം ഭാവം കുടുംബസ്ഥാനത്തും സഹോദരസ്ഥാനത്തേക്കും നോക്കുന്നു. എൻ്റെ 6ാം ഭാവത്തിലേക്കും രോഗസ്ഥാനത്തേക്കും നോക്കുന്നു. എൻ്റെ 7ാം ഭാവത്തിലേക്കും നോക്കുന്നു. അപ്പം നിങ്ങൾ മംഗല്യം നടക്കാതിരിക്കുന്ന ആൾക്കാർക്കൊക്കെ മംഗല്യം അനുകൂലമായിട്ട് വരും. ആരെ കൊണ്ട്? ചൊവ്വയെ കൊണ്ട് അനുകൂലമായിട്ട് വരും. നിങ്ങളുടെ രോഗശാന്തികളും നിങ്ങൾക്ക് അതുപോലെയുള്ള ദുരിതങ്ങളുണ്ടെങ്കിൽ അത് മാറി വരും. ആരെ കൊണ്ട്? ചൊവ്വയെ കൊണ്ട്.
കുടുംബപരമായിട്ടുള്ള ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തരത്തിലുള്ള ദുരിതങ്ങൾ വിട്ടൊഴിഞ്ഞു മാറി വരും. ആരെ കൊണ്ട്? ചൊവ്വയെ കൊണ്ട്. ഭാഗ്യം അനുകൂലമായിട്ട് നിൽക്കുന്നു. നിങ്ങൾക്കുള്ള ദോഷം എന്താണെന്ന് നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾക്ക് ദോഷമായിട്ടുള്ളത് കേതു 11ാം ഭാവം ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുകയാണ്. അപ്പം ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് പല വിധത്തിലുള്ള ഹേതുവില്ലാത്ത രീതിയിലുള്ള നഷ്ടങ്ങൾ വന്നു ചേരാനും ഒക്കെയുള്ള സാധ്യതകളും, 5ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിന്റെ സ്ഥിതി കൊണ്ട് മാനസിക വൈഷമ്യങ്ങളും സന്താനങ്ങളെ കൊണ്ടുള്ള ദുരിതങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് എന്ന് കണ്ടുകൊണ്ട് നിങ്ങൾ നാഗപ്രീതി വരുത്തുക, ഗണപതി ഹോമം ചെയ്ത് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പം നിലവിൽ ചെയ്യേണ്ടത്. നിങ്ങളുടെ കർമ്മസ്ഥാനത്ത് ആര് സഞ്ചരിക്കുന്നു? സൂര്യനും ബുധനും സഞ്ചരിക്കുന്നു. ബുധൻ ആരാണ്? നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾ കണ്ടാൽ ആരാ? ഭാഗ്യാധിപനാണ്, 12ാം ഭാവാധിപനാണ്. സൂര്യൻ ആരാണ്? നിങ്ങളുടെ ലാഭാധിപൻ, കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുക. അപ്പോൾ തുലാക്കൂറുകാർക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ദോഷം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ 90% അനുകൂലവും 10% ദോഷം പറയേണ്ട ഒരു സമയമാണ് എന്നാണ് ഇപ്പം പറയേണ്ടത്. അതിൻ്റെ കാരണം ഇതാണ്, ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം തുലാക്കൂറിൽ വരുന്ന ചിത്തിരയരെയും ചോതിയും വിശാഖത്തിൽ മുക്കാലുകാർക്ക് ഇവിടെയായിരിക്കും ചന്ദ്രൻ വരുന്നത്. നിങ്ങളുടെ ഗ്രഹനിലയിൽ, നിങ്ങൾ ജനിച്ച സമയത്തുള്ള ഗ്രഹനിലയിൽ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഇവിടെയാണെങ്കിൽ നിങ്ങളുടെ ഫലമാണ് ഈ പറയുന്നത്. 90% അനുകൂലമായിട്ടുള്ള സമയം. പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ലാഭസ്ഥാനത്ത് നിൽക്കുന്ന കേതുവിനെ കൊണ്ടും 5ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിനെ കൊണ്ടും. ഇവർക്ക് പ്രത്യേകിച്ചുള്ള ഒരു ക്ഷേത്രമില്ല, വീടില്ല. അതുകൊണ്ട് അവർ നിൽക്കുന്നത് എവിടെയാണോ അവരവിടെയാണ്. അപ്പം അതിനെ കൊണ്ടുള്ള ദോഷം മാത്രമേ ഉള്ളൂ. കർമ്മസ്ഥാനത്ത് ആര് സഞ്ചരിക്കുന്നു? ഭാഗ്യാധിപനും സഞ്ചരിക്കുന്നുണ്ട്, ലാഭാധിപനും സഞ്ചരിക്കുന്നുണ്ട്. കർമ്മസ്ഥാനത്ത് യാതൊരു ദോഷവുമില്ല. വിദേശസ്ഥാനത്ത് ധനാധിപൻ സഞ്ചരിക്കുന്നു, 12ൽ സഞ്ചരിക്കുന്നു. 2ാം ഭാവാധിപതി 12ൽ സഞ്ചരിച്ചാലുള്ളൊരു ഗുണം പറഞ്ഞു തരാം. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഗുണമുണ്ടാകും. പക്ഷേ ധനാധിപതിയാണ് 12ൽ സഞ്ചരിക്കുന്നത്, നഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുക. അപ്പം കാശ് കയ്യിരിക്കുന്ന കാശ് ചെലവായി പോകാനും പാഴ്ചെലവുകൾ വർദ്ധിക്കാനും, അതുപോലെ തന്നെ നമ്മളറിയാതെ ഊഹക്കച്ചവടങ്ങൾ, ഷെയർ മാർക്കറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ സഞ്ചരിക്കുന്നവർക്ക് പുഷ്പം പോലെ 1 ലക്ഷം രൂപ ഒക്കെ നിസ്സാരമായിട്ട് ഒഴുകി അങ്ങ് പോകുന്ന പോലെ പോകുന്ന ഒരു കത്തി പോവുക എന്ന് പറയത്തില്ല നമ്മൾ, കണ്ണിൻ്റെ മിന്നിൽ കൂടെ മിന്നായം പോലെ പോയെന്നൊക്കെ പറയുന്ന പോലെ ഉള്ള അവസ്ഥ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് അതൊന്ന് സൂക്ഷിക്കണം. അപ്പം നമ്മളിന്ന് മേടം, കർക്കിടകം, തുലാം രാശിക്കാരുടെ വിശദമായിട്ടുള്ള ഫലസിദ്ധി പറഞ്ഞു. നിങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ളൊരു മുഴുവൻ കേട്ടോ, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് കണ്ടോ, ഒരു വിഷയമില്ല. സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്കൊന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ദോഷപരിഹാരമായിട്ട് ഗണപതി ഹോമം ചെയ്യുക, നാഗപ്രീതി ചെയ്യുക. മറ്റു കാര്യങ്ങൾക്കൊന്നും പുറകെ ഓടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് രോഗശാന്തി ഉണ്ടാകുന്ന സമയമാണെന്നും മനഃശാന്തി ഉണ്ടാകുന്ന സമയമാണെന്നും മംഗല്യ യോഗങ്ങളൊക്കെ സംഭവിക്കുന്ന ഗുണമാണെന്നും ചൊവ്വ 12 നിൽക്കുന്നതിനാൽ വിദേശ രാജ്യങ്ങളിൽ പോകാനുള്ള, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം ധനപുരോഗതി, കിട്ടാതെ കിടക്കുന്ന പണം കിട്ടുക, തൊഴിൽ പുരോഗതി ഉണ്ടാകുക, പ്രൊമോഷൻ ഉണ്ടാകുക പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നും. എന്നാൽ ദോഷമായിട്ട് ചിന്തിക്കുമ്പോൾ വ്യാഴം, ചൊവ്വ 12ൽ നിൽക്കുന്നതിനാൽ ധനാധിപതി ആയതുകൊണ്ട് ധനനഷ്ടയോഗം പല വിധത്തിൽ വന്നു ചേരാം എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നെങ്കിൽ തൽക്കാലം ഒന്ന് മാറ്റിവെക്കുക. ഊഹക്കച്ചവടത്തിലൊക്കെ ഈ ഓപ്ഷൻ വ്യാപാരം, കമ്മോഡിറ്റി മാർക്കറ്റ്, ഷെയർ മാർക്കറ്റിലൊക്കെ ഇടപെടുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അല്പം ഒന്ന് സൂക്ഷിച്ച് പെരുമാറുക. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കും. അതല്ലെങ്കിൽ ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇപ്പോൾ വാങ്ങാൻ പോകരുത്. അല്ലെങ്കിൽ ഭൂമി വിൽക്കാൻ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വിൽക്കാൻ ശ്രമിക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അതുകൂടാതെ വലിയ ബിൽഡിംഗ് കോൺട്രാക്റ്റുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് ചെയ്യാൻ പോകരുത്. ഊഹപരമായിട്ട് നമ്മളൊരു ബിൽഡിങ്ങിന് ഒരു 10 കോടി രൂപ വരുന്ന ബിൽഡിംഗ്, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ വരുന്ന ഒരു ബിൽഡിങ്ങിന്റെ കോൺട്രാക്ടർ അത് എടുക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 12 ലക്ഷം രൂപ ചെലവ് വരുമെന്ന് കണക്കാക്കിക്കൊണ്ടേ ഇപ്പോൾ എടുക്കാവുള്ളൂ. 10ന് കയറി ഏറ്റെടുത്താൽ 2 ലക്ഷം രൂപ കയ്യിൽ നിന്ന് പോകും. അപ്പം ഇങ്ങനെയൊക്കെ ഞാൻ പറയാൻ പോയി കഴിഞ്ഞാൽ ഈ വീഡിയോ 2 മണിക്കൂർ 3 മണിക്കൂർ ഓടേണ്ടതായിട്ട് വരും. പക്ഷേ ഇത് കേട്ടാൽ നിങ്ങൾക്ക് ഫലസിദ്ധി ഉണ്ടാകും. നിങ്ങൾ വേറൊരു ചാനലും കാണേണ്ടതായിട്ട് വരത്തില്ല. നമ്മൾ നമ്മളെ തന്നെ പുകഴ്ത്തി പറയുന്നതല്ല, ഇത് കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി തരുവാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ദോഷപരിഹാരവും പറഞ്ഞു, അനുകൂല ഭാവങ്ങളും പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ വരുന്നു നേരെ മകരക്കൂറിലേക്ക് വരുന്നു. മകരക്കൂറിൽ നിൽക്കുന്നവരെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപൻ ശനിയാകുന്നു. എപ്പോഴും എഴുതി വെക്കുക, നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപൻ ആരാണ്? ശനി. ശനി എവിടെ നിൽക്കുന്നു? 3ാം ഭാവത്തിൽ നിൽക്കുന്നു. ഇവരുടെ കാര്യം പറഞ്ഞപ്പോൾ ശുക്രൻ എവിടെ നിൽക്കുന്നു? ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നത് വിചാരിക്കരുത്. അപ്പോൾ ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള ശനി നിങ്ങൾക്ക് എവിടെ സഞ്ചരിക്കുന്നു? 3ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ശനി നിങ്ങൾക്ക് ആരാണ്? നിങ്ങൾക്ക് ചന്ദ്രലഗ്നാധിപനും നിങ്ങളുടെ ധനാധിപനും കൂടിയാണ്. ആര്? ശനി. അതിനാൽ അദ്ദേഹം 3ാം ഭാവത്തിൽ സഹോദര സ്ഥാനത്ത്, കുടുംബസ്ഥാനത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് നിങ്ങൾക്ക് നല്ലതാണെന്നും
ഏഴര കണ്ടകാല ശനി വിട്ടൊഴിഞ്ഞു മാറി നിൽക്കുന്ന അനുകൂലമായിട്ടുള്ള സമയമാണെന്നും ഒക്കെയാണ് ഇപ്പോൾ ജ്യോതിശാസ്ത്രപരമായിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നുള്ള പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് വ്യാഴശുക്രന്മാർ 6ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് അനുകൂലമല്ല. രണ്ട് കാര്യങ്ങളെ കൊണ്ടുണ്ട്. നിങ്ങൾക്ക് യോഗകാരകനായിട്ടുള്ള ശുക്രനാണ് അത് 6ാം ഭാവത്തിൽ പോയിരിക്കുന്നത്. അതുകൂടാതെ നിങ്ങളുടെ ജാതകപ്രകാരം 12ാം ഭാവാധിപതി 3ാം ഭാവാധിപതിയിലുള്ള വ്യാഴം 6ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. നിങ്ങൾക്ക് നിലവിൽ നിങ്ങളുടെ മറ്റ് അവസ്ഥ പറഞ്ഞു തരാം. നിങ്ങളുടെ ജാതകപ്രകാരം ചൊവ്വ നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നു. ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് എവിടൊക്കെ നോക്കുന്നു? നമ്മുടെ 12ലേക്ക് നോക്കുന്നു. 12 എവിടെ? എന്താ പറഞ്ഞ നേരത്തെ? നഷ്ടസ്ഥാനം, വിദേശസ്ഥാനം, നാശസ്ഥാനം. അപ്പൊ 12 കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്ന ആളുകൾക്കൊക്കെ, അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവർക്കെല്ലാം അനുകൂലമായിട്ടുള്ള, ഇപ്പോൾ ഒരു കാര്യം പറയുന്നില്ല, ഒരു ടെസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുക, ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു പ്രൊമോഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസയിൽ അവിടെ ചെന്നിട്ട് നമുക്ക് ജോലിയില്ലാതെ അലഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ അനുകൂലമാണ്. അതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ആരൊക്കെയാ മകരത്തിൽ വരുന്നത്? ഉത്രാടത്തിൽ മുക്കാലും തിരുവോണവും അവിട്ടത്തര വരുന്ന, ഉത്രാടത്തിൽ മുക്കാലും തിരുവോണവും അവിട്ടത്തര വരുന്ന മകരക്കൂറുകാർക്ക് നിങ്ങൾക്ക് നിലവിൽ എന്താണ് സ്ഥിതി? വ്യാഴശുക്രന്മാർ 6ാം ഭാവത്തിലാണ്, ദോഷസ്ഥാനത്താണ്. നിങ്ങൾക്ക് ശനി 3ാം ഭാവത്തിലാണ്, നല്ലതാണ്. രാഹു 2ാം ഭാവത്തിലാണ്, അത് ദോഷമാണ്. നിങ്ങൾക്ക് സൂര്യനും ബുധനും ദൃഷ്ടി ചെയ്ത് ഇവിടെ നിൽപ്പുണ്ട്, അത് ദോഷമാണ്. നിങ്ങൾക്ക് കേതു അഷ്ടമത്തിൽ സഞ്ചരിപ്പുണ്ട്, ദോഷമാണ്. അനുകൂലമായിട്ട് അളിയൻ നിൽക്കുന്നു, ചൊവ്വ നിൽപ്പുണ്ട്. അപ്പൊ ചൊവ്വ ആരാണ്? ചൊവ്വ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങളുടെ ലാഭത്തിന്റെ അധിപനും നിങ്ങളുടെ വാഹനത്തിന്റെ അധിപനുമായിട്ടുള്ള ഗ്രഹമാണ് നിങ്ങൾക്ക് ചൊവ്വ. ചൊവ്വ ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ വിദേശസ്ഥാനത്ത് നോക്കുന്നുണ്ട്. അതുകൂടാതെ നിങ്ങളുടെ 3ാം ഭാവത്തിലേക്കും നോക്കുന്നുണ്ട്, 4ാം ഭാവത്തിലേക്കും നോക്കുന്നുണ്ട്. അപ്പൊ ഇത് ഏറ്റവും അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ ചൊവ്വയാണ് നിങ്ങൾക്ക് ഇപ്പോൾ അനുകൂലമായിട്ട് നിൽക്കുന്നത്. ചൊവ്വ നിൽക്കുന്ന രാശി യുഗ്മരാശിയാണ്. അതിനാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഭദ്രകാളി ദേവി പ്രീതി വരുത്തുക. ഭദ്രകാളി ദേവിക്ക് പുഷ്പാഞ്ജലി സമർപ്പിക്കുക. ചുമന്ന പൂക്കള്, കുങ്കുമം, ചുമന്ന ഹാരം, അതുപോലെ തന്നെ കടും തെറ്റി, ഇതെല്ലാം സമർപ്പിച്ചിട്ട് കടും പായസം നിവേദിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഭദ്രകാളിയുടെ മന്ത്രങ്ങളുണ്ട്. ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയെ നമഃ എന്ന് പറയുന്ന മൂലമന്ത്രമുണ്ട്. ഓം അഞ്ജനാചല നിഭാദ്രലോചനാസ് എന്ത് കണ്ട വിലസൽക്ക പ്രതികാരക്തപട്ടപരിതായിനി എന്ന് പറയുന്ന അങ്ങോട്ട് തുടങ്ങുന്ന ധ്യാനമന്ത്രമുണ്ട്. അതൊന്നും നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊന്നും നാക്കുളക്കും. അതിന് വേണ്ടിയിട്ട് ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ മാത്രം മതി. അവിടെ വെച്ച് നിർത്തി. അപ്പം നിങ്ങളുടെ ജാതകപ്രകാരം പൊതുവിലുള്ള ഗ്രഹസ്ഥിതി ചിന്തിക്കുകയാണെങ്കിൽ അവിട്ടത്തരയും ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തര നക്ഷത്രക്കാർ കുറച്ച് ദിവസങ്ങളിൽ കൂടെ ഒന്ന് വിഷമ അവസ്ഥകൾ നിൽക്കുന്ന ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഭദ്രകാളി ദേവിയെ മുറുകി പിടിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭദ്രകാളി ദേവി രൗദ്രമൂർത്തിയാണെന്നും ഭദ്രകാളിയുടെ പടം വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ വലിയ ദോഷമാണെന്നും വീട്ടിൽ കലഹം ഉണ്ടാവും എന്നൊക്കെ പല ആളുകളും പറഞ്ഞു തരും. ഭദ്രകാളിയെ രൗദ്രമൂർത്തിയായിട്ട് സങ്കല്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഭദ്രകാളി എന്ന് വെച്ചാൽ ഭദ്രമായി കാക്കുന്നവളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭദ്രമായിട്ട് തന്നെ കാത്തുകൊള്ളും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക. മനുഷ്യകുലത്തിൻ്റെ ദേവതകൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കുലദേവത നാഗദൈവങ്ങളും രണ്ടാമത് ഭദ്രകാളിയുമാണ് എന്ന് എനിക്ക് പറയേണ്ടതായിട്ട് വരും. ഭദ്രകാളി ദേവിയെ നാഗദൈവങ്ങളെ ജ്യോതിശാസ്ത്രപ്രകാരവും തന്ത്രശാസ്ത്രപ്രകാരവും നിങ്ങൾ ഏതെങ്കിലും പൂജാരിമാരോട് ചോദിക്കുക. ഭദ്രകാളിയായിട്ടാണ്, ഭദ്രകാളിയുടെ പൂജയും കൂടെ ചേർത്താണ് നാഗദൈവത്തിൻ്റെ പൂജ വരുന്നത്. നാഗരാജാവിൻ്റെ പൂജ ശിവന്റെ പൂജയായിട്ടാണ് വരുന്നത്. നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കിക്കോ. അതുകൊണ്ട് നിങ്ങൾ മുറുക്കെ പിടിക്കുക, ഭദ്രകാളി ദേവിയെ പൂജിക്കുക, നാഗദൈവ പ്രീതി വരുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദോഷഫലങ്ങൾ അനുകൂലമായ ഫലസിദ്ധിയാണ്. നിങ്ങൾക്ക് ഈ പറയുന്നതൊന്നും പ്രശ്നമല്ല, എൻ്റെ കാര്യങ്ങളൊക്കെ നല്ലപോലെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജാതകപ്രകാരം ഞാൻ ഉദാഹരണം പറഞ്ഞു തരാം. ഇപ്പം ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തര, തിരുവോണം നക്ഷത്രത്തിൽ ഒരാൾ ഇത് കേൾക്കുവാണെങ്കിൽ അയാൾ മനസ്സിലാക്കണം, എനിക്ക് 5 വയസ്സ് വരെ ചന്ദ്രനായിരുന്നു, 12 വയസ്സ് വരെ ചൊവ്വയായിരുന്നു, രാഹു 30 വയസ്സ് വരെ രാഹു, 30 വയസ്സ് തൊട്ട് 46 വയസ്സ് വരെ വ്യാഴമാണ്, 46 വയസ്സ് വരെ. അപ്പോൾ ഒരു 32 വയസ്സുള്ളൊരു യുവാവാണ് ഇത് കാണുന്നതെങ്കിൽ ഈ കക്ഷി ഭയങ്കര പൈസയും കാര്യങ്ങളും കാറും വീടും ഒക്കെ ഉള്ള ആളാണെങ്കിൽ ഇയാൾ ഇച്ചിരി ദോഷ സമയമാണെന്ന് പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല. ചുമ്മാ ഈ ദോഷമൊക്കെ പറയുന്ന ഒരു കാര്യമില്ലെന്നും, ചുമ്മാ ഒരു കാര്യമില്ല. എനിക്കാണെങ്കിൽ കാറും കാശും വീടും വണ്ടിയും എല്ലാം ഉണ്ട്. കാര്യം എന്തുവാ? കക്ഷിക്ക് വ്യാഴദശയാണ്, വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ഈ കക്ഷിയുടെ ജാതകപ്രകാരം വ്യാഴം വന്നതാ ഇവിടെ നിൽക്കുവാന്ന് വിചാരിച്ചു, ഈ ജാതകപ്രകാരം കക്ഷിക്ക് ഇവിടെ നിൽക്കുവാന്ന് വിചാരിച്ചു.
ഇവിടെ നിൽക്കുവാണെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ ലാഭസ്ഥാനത്ത് നിൽക്കുകയാണെന്ന് വിചാരിച്ചു, ഇവിടെ നിൽക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ലഗ്നക്കാരന് ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള ആളുകൾക്ക് വ്യാഴം ഈ പറയുന്നിട്ടുള്ള സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ കഷിയാടിച്ച് പൊളിച്ച് കയ്യിൽ കാശ് എവിടെ നിന്നൊക്കെ വന്ന് കയറുമെന്ന് പറയാനൊക്കത്തില്ല. ആ രീതിയിലുള്ള അനുഭവമായിരിക്കും തിരുവോണ നക്ഷത്രക്കാരനും ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിടെ തന്നെ വരുന്നവർക്ക്. അപ്പം ദോഷം അനുഭവിക്കുന്നവർ മനസ്സിലാക്കണം, ഞങ്ങളുടെ ഗ്രഹസ്ഥിതികൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും കൂടെ പരിഹാരം പറഞ്ഞു പോകാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പോയാൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മുന്നോട്ട് പോകാത്തത് കൊണ്ടാണ് ഞാൻ നാഗദൈവങ്ങളെയും ഭദ്രകാളി അമ്മയും പ്രാർത്ഥിച്ച് പൂജിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളിപ്പം ആരുടെയൊക്കെ പറഞ്ഞു? മേടം, കർക്കിടകം, വ്യാഴം. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇവരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. മീനക്കൂറുകാരുടെ ഫലം പറഞ്ഞിട്ട് നമുക്ക് അടുത്ത കുംഭക്കൂറുകാരുടെ ഫലം പറയാം. കുംഭക്കൂറുകാരൻ മനസ്സിലാക്കണം, എൻ്റെ ചന്ദ്രലഗ്നാധിപൻ ആരാണ്? വ്യാഴമാണ്. ഇപ്പോൾ ആൾ അവിടെ സഞ്ചരിക്കുന്നു, എനിക്ക് കേന്ദ്രസ്ഥാനമായിട്ടുള്ള 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ഏറ്റവും അനുകൂല സമയമാണ്. ഉരുട്ടാതികാൽ ഉത്രട്ടാതി രേവതി വരുന്ന നക്ഷത്രക്കാർ ഇപ്പം ഇരുന്ന് വിഷമിക്കുന്നവരുണ്ട്. ചില ആളുകളുടെ ജ്യോതിഷ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് കണ്ടകശിനിയാണ്, കയ്യിലിരിക്കുന്നതും പോവും, കടം മേടിച്ചതും പോവും, ഭയങ്കര കഷ്ടകാലമാണ്, വണ്ടി ഓടിക്കരുത്, വീട്ടിനകത്ത് എവിടെയെങ്കിലും കയറി അടയിരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തോളാനൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു തകിടോ തൂടോ ചരടോ ഏലസോ എന്തെങ്കിലുമൊക്കെ ജപിച്ചു കൊടുത്തിട്ട് വീട്ടിൽ പിടിച്ചിരുത്തിയേക്കുന്ന ഒരുപാട് പേരുണ്ട്. തെറ്റാണ്. ഞാൻ മറ്റൊരാളെ മോശക്കാരനാക്കി പറയല്ല. നിങ്ങൾക്ക് അനുകൂല സമയമാണ്. കാര്യം ഇതാണ്, ഇങ്ങോട്ട് നോക്കൂ. നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള വ്യാഴം നിങ്ങൾക്ക് കേന്ദ്രസ്ഥാനത്ത് ശുക്രനോടുകൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ 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 അനുകൂലമായിട്ടുള്ള സമയം. നിങ്ങളുടെ ഭാഗ്യാധിപനായിട്ടുള്ള ചൊവ്വ മാറത്തില്ല, ഒരിക്കലും മാറത്തില്ല. നിങ്ങളുടെ ധനാധിപനായിട്ടുള്ള ചൊവ്വ നിങ്ങളെ ദൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നുണ്ട് ധനം വന്ന് കയറുക, ഭാഗ്യം വന്ന് കയറുക, ഗൃഹപരമായിട്ടുള്ള ഐശ്വര്യം ഉണ്ടാവുക, വാഹനങ്ങളെയൊക്കെ മാറിയെടുക്കുന്ന, വാഹനം എടുക്കുക തന്നെ ചെയ്യും. ചിലപ്പോൾ ഒരു വണ്ടി, ഒരു സൈക്കിളെങ്കിലും കൊച്ചിന് എടുത്ത് കൊടുത്തതിരിക്കും, എന്തെങ്കിലും ഒരു ഓടുന്ന സാധനം എടുക്കും, ഉറപ്പാണ്. അപ്പം ഗൃഹവാഹന യോഗം ഉണ്ടാവുക, ഫോണുകൾ മാറ്റിയെടുക്കുക, വസ്ത്രാഭരണ ലാഭം ഉണ്ടാവുക, മംഗല്യ യോഗം ഉണ്ടാവുക, മഹാഭാഗ്യ യോഗം ഉണ്ടാവുക, ധനലക്ഷ്മി യോഗം ഉണ്ടാവുക, ഭൂമി വാങ്ങാനുള്ള അവസരം വന്നു ചേരുക, പലവിധത്തിൽ ധനം വന്നു ചേരാനുള്ള ഭാഗ്യം ഉണ്ടാകുന്ന സമയമാണ് പൂരുരുട്ടാതികാൽ ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർ. എഴുതി വെച്ചോളൂ. ഇനി നിങ്ങൾക്ക് ദോഷ സമയമാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ദശാപഹാരകാലം എന്താണെന്ന് കൂടി നോക്കണം. നോക്കാതെ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, കണ്ണടച്ചുകൊണ്ട് പറയും, നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. കാര്യം എന്താണ് അങ്ങനെ പറയാൻ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ശനി ഉണ്ട്, നിങ്ങളുടെ കൂടെ കണ്ടകശനിയുണ്ട്, ഏഴരകണ്ഠകാല ശനിയുണ്ട്, ജന്മശനിയുണ്ട്. പക്ഷേ നിങ്ങളുടെ മറ്റവസ്ഥകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഗൃഹം വാഹന യോഗ ഭാഗസ്ഥാനത്ത് വളരെ അനുകൂലമായിട്ടിരിക്കുന്നു. നിങ്ങളുടെ 7-ാം ഭാവം ഭാര്യാസ്ഥാനം ഐശ്വര്യസ്ഥാനത്ത് ആര് സഞ്ചരിക്കുന്നു? ചൊവ്വ സഞ്ചരിക്കുന്നു. ചൊവ്വ നിങ്ങൾക്ക് ആര്? ഭാഗ്യാധിപനും ധനാധിപനുമായിട്ട് നിൽക്കുന്നു. ചൊവ്വ അവിടെ നിന്നുകൊണ്ട് എങ്ങോട്ട് നോക്കുന്നു? നിങ്ങളുടെ കർമ്മസ്ഥാനത്തേക്ക് നോക്കുന്നുണ്ട്, നിങ്ങളെ നോക്കുന്നുണ്ട്, നിങ്ങളുടെ ധനസ്ഥാനത്തേക്കും നോക്കുന്നുണ്ട്. ഇത് കള്ളമാണെങ്കിൽ നിങ്ങൾ പറയുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇയാൾ പറയുന്നത് തെറ്റാണെന്ന്. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയുക. തെറ്റല്ല. നിങ്ങളുടെ ധനസ്ഥാനം മെച്ചപ്പെടുന്നു. നിങ്ങളുടെ മംഗല്യം നടക്കാതിരിക്കുന്നവർക്ക് മംഗല്യം തരപ്പെട്ട് വരുന്നു. മംഗല്യസ്ഥാനം എന്ന് പറയുമ്പോൾ കല്യാണം നടക്കുക മാത്രമല്ല. അപ്പോൾ ഭാര്യ വേണമെങ്കിൽ, ഇന്ന് എന്നെ ഒരു സഹോദരൻ വിളിച്ചു, ഒരു കാര്യമില്ല, 3-4 വർഷമായിട്ട് ഭാര്യ പിണങ്ങി നിൽക്കുകയാണെന്ന് പറഞ്ഞ് വിളിച്ചു. കാര്യം എന്താണെന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അപ്പം അദ്ദേഹം പറയുന്നു എനിക്കറിയത്തില്ല. അപ്പം അറിയത്തില്ല എന്നുള്ളത് മാറി, അത് കക്ഷി തിരിച്ചു വരും. ഇപ്പം മംഗല്യം നടക്കാതിരിക്കുന്നവർക്ക് മംഗല്യം നടന്നു വരിക, മംഗല്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസ് വഴക്കുകളിൽ പെട്ട് കയ്യിരിക്കുന്ന കാശും വിഷമവും ക്ഷീണവും ടെൻഷനും ഒക്കെ ആയിട്ടിരിക്കുക, ഇതെങ്ങനെയെങ്കിലും തലേന്ന് ഒഴിച്ചു മാറ്റണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ഒരു അനുകൂല വിധി ഉണ്ടാവുക. അല്ലെങ്കിൽ മംഗല്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസ് വഴക്കുകൾ ഇങ്ങോട്ട് കിട്ടാനോ അങ്ങോട്ട് കൊടുക്കാനൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മംഗല്യ സ്ഥാനത്തേക്ക് ശുഭം വരിക. അപ്പം എന്തെങ്കിലും അശുഭമായിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ ആ വിധത്തിൽ ചിന്തിച്ചോളുക. ഓരോരുത്തരെ എടുത്ത് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം നിങ്ങളുടെ ജാതകപ്രകാരം ധനസ്ഥാനത്തേക്കും മംഗല്യസ്ഥാനത്തേക്കും കർമ്മസ്ഥാനത്തേക്കും ചൊവ്വയുടെ ഒരു സ്ഥിതി മൊത്തത്തിൽ, അതാ നേരത്തെ പറഞ്ഞ ചൊവ്വ, നമ്മൾ ഈ ജ്യോതിഷം കേൾക്കുമ്പം ചൊവ്വ ഇങ്ങോട്ടല്ലയോ മാറിയേ, കന്നി രാശിയിലോട്ടാണ് മാറി. അവിടെ നിൽക്കുന്ന ആരാ? ഉത്തരത്തെ മുക്കാലും അത്തവും ചിത്തിരേരെയും. എനിക്കെന്തോ കാര്യം? ഒരാൾ മീനക്കൂറുകാരൻ ചിന്തിക്കുന്ന കാര്യം അതാണ്. എനിക്കെന്തോ കാര്യം? ഇതാ കാര്യം. നിങ്ങളുടെ ജാതകപ്രകാരം ധനത്തിന്റെ അധിപനും ഭാഗ്യത്തിന്റെ അധിപനും ആരാണ് നിങ്ങൾ ചോദിച്ചാൽ, PSC ചോദ്യത്തിൽ ചോദിച്ചാൽ എൻ്റെ ഭാഗ്യാധിപനും ധനാധിപനും ചൊവ്വയാണ് എന്ന് കണ്ണടച്ചങ്ങ് എഴുതിയേക്കണം. കറക്റ്റാണ്.
അവിടെ നിന്നുകൊണ്ട് എവിടെയൊക്കെ നോക്കുന്നു? എൻ്റെ കർമ്മസ്ഥാനത്തേക്ക് നോക്കുന്നുണ്ട്, എന്നെയും നോക്കുന്നുണ്ട്, എൻ്റെ ധനസ്ഥാനത്തേക്ക് നോക്കുന്നുണ്ട്. ആര്? ചൊവ്വ. മംഗളകാരകനും ഭാഗ്യാധിപനും ധനാധിപനും നോക്കിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഭാഗ്യവും കിട്ടും, ധനവും കിട്ടും. ഭാഗ്യമൊക്കെ വന്ന് കയറും. അപ്പൊ ഏത് വഴിക്കൂടെയും ഭാഗ്യം വന്ന് കയറുക, ഭാഗ്യത്തിലൂടെ ചിലപ്പോൾ ധനം വന്ന് കയറുക. അതാണ് ഈ ജ്യോതിഷ ചില ആളുകൾ പറയാറുണ്ടല്ലോ, ഈ പ്രാവശ്യം ലോട്ടറി അടിക്കും എന്ന് പറയുന്നതിന്റെ കാര്യം ഇതാണ്. ഞാൻ അതുകൊണ്ട് ലോട്ടറി ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഭാഗ്യവും ധനവും വന്ന് കയറും. അത് ഏത് വഴി കൂടെ വേണമെങ്കിലും വന്ന് കയറാം. ഇപ്പൊ ലോട്ടറി അടിച്ചാൽ മാത്രമേ ഭാഗ്യം വരുമെന്ന് ചിന്തിക്കുന്നത് മൂഢത്വമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അല്ലാതെ വരുന്ന പണത്തെയാണ് ധനം, ഭാഗ്യയോഗം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മീനക്കൂറുകാരുടെ ഫലം പറഞ്ഞു. മീനക്കൂറുകാർക്ക് നിലവിൽ 12ാം ഭാവാധിപതിയായ ശനി നമ്മളോടൊപ്പം സഞ്ചരിക്കുകയും നിങ്ങളുടെ 6ാം ഭാവമായിട്ടുള്ള ശത്രുസ്ഥാനത്ത്, രോഗസ്ഥാനത്ത് കേതുവിൻ്റെ സ്ഥിതി നിൽക്കുന്നത് കൊണ്ട് രോഗാരിഷ്ടതകളൊക്കെ വന്നു ചേരുക. അതുപോലെ തന്നെ ശത്രുക്കളുടെ വിജയം, ഇച്ചിരി കാര്യമായിട്ട് ശത്രുക്കൾ നമുക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഒരു സമയമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ചതിവുകളൊക്കെ പറ്റി കയ്യിൽ നിന്ന് ഇച്ചിരി കാശുകൾ പോകാനുള്ള സമയമൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ വഴി അടച്ചിട്ടേക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങളെ കൊണ്ടുണ്ട്. നിങ്ങളുടെ 6ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും നിങ്ങൾക്ക് 5ാം ഭാവം മനസ്സിൻ്റെ സ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ 2 ഭാഗത്ത് ഇച്ചിരി പ്രശ്നമുള്ളത് കൊണ്ട് രുദ്രസൂക്ത മന്ത്ര അർച്ചന, കൂവളത്തിൻ്റെ മാല കൊണ്ട് ശിവന് പൂജകൾ ചെയ്ത്, കൂവളത്തിൻ്റെ മാല ചാർത്തിക്കൊണ്ട്, ജലധാര നടത്തിക്കൊണ്ട്, നെയ്വിളക്ക് നടത്തിക്കൊണ്ട്, അഘോരമന്ത്ര പുഷ്പാഞ്ജലികളൊക്കെ നടത്തി പ്രാർത്ഥിക്കുക. ഗണപതി ഹോമം ചെയ്യുക, നീലാഞ്ജനം വിളക്ക് ചെയ്യുക, നാഗത്തറയിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. ഇത്രയും കാര്യങ്ങളാണ് മീനക്കൂറുകാർക്ക് ദോഷപരിഹാരമായിട്ട് ചെയ്യാനുള്ളത്. അടുത്തതായിട്ട് കുംഭക്കൂറുകാരുടെ ഫലസിദ്ധിയിലേക്ക് നമ്മൾ പോകുമ്പോൾ, കുംഭലഗ്നാധിപൻ ചന്ദ്രലഗ്നാധിപൻ ശനിയാണ്. അദ്ദേഹം നമുക്ക് ധനസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത്, സേഫാണ്. പലരും പറയാറുണ്ട് അവിട്ടത്തരയും ചതയും പൂരിട്ടാതി മുക്കാലുമാണല്ലോ ഈ കുംഭക്കൂറിൽ വരുന്നത്. 7ര കണ്ടകാല ശനിയാണേ എന്ന് പറഞ്ഞ് ഇരുന്ന് കരയും. യാതൊരു ആവശ്യവുമില്ല. നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപൻ ധനാധിപൻ ധനസ്ഥാനത്ത് സഞ്ചരിക്കുകയാണ് അദ്ദേഹം. അതുകൂടാതെ നേരത്തെ പറഞ്ഞ പോലെ വ്യാഴം ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടോ? വ്യാഴം ഇവിടെ നിന്നുകൊണ്ട് ഇവിടേക്കും നോക്കും, ഇവിടേക്കും നോക്കും. കുംഭത്തിലേക്കും തുലാത്തിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട്. നിങ്ങളുടെ ജാതകത്തിലെ ധനത്തിന്റെ അധിപതി ആരാണ്? വ്യാഴമാണ്. ഞാൻ അങ്ങനെ പറയുമ്പോൾ ഓരോ കൂറുകാരും അങ്ങനെ നിങ്ങളുടെ കാര്യം അങ്ങ് എഴുതി വെച്ചാൽ, നിങ്ങൾ വേറെ ആരെയും പറയുമ്പോൾ നിങ്ങൾ കേൾക്കണ്ട, നിങ്ങൾ ഇതൊക്കെ എഴുതി വെച്ചു. ബാക്കി നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളുടെ കാര്യമാകാം. നിങ്ങളുടെ ജാതകത്തിൽ ധനാധിപതി ആരാ? വ്യാഴവ. നിങ്ങളുടെ ലാഭാധിപതി ആരാ? വ്യാഴവ. വ്യാഴം ഇപ്പോൾ ലാഭാധിപതിയും ധനാധിപതിയും 5ാം ഭാവത്തിൽ നിൽക്കുകയാണ്. 5ാം ഭാവം മനസ്സിന്റെ സ്ഥാനം, പൂർവ്വപുണ്യസ്ഥാനം, സന്താനസ്ഥാനം, മനസ്സിന്റെ സ്ഥാനം, തീർത്ഥാടന സ്ഥാനം എന്നൊക്കെ പറയുന്ന 5ാം ഭാവത്തിൽ നിൽക്കുകയാണ്. ആര്? വ്യാഴം. കുംഭത്തിൽ ആരൊക്കെയാണ് വരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു. അവിട്ടത്തിൻ്റെ അരയും ചതയും പൂരൊരുട്ടാതി മുക്കാലുകാർക്ക് എന്താണ് വിശേഷം? എന്താണ്? അനുകൂല സമയമാണ്. എങ്ങനെ അനുകൂല സമയമാണ്? ഇങ്ങനെയാണ് അനുകൂല സമയം വരുന്നിരിക്കുന്നത്. നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾക്ക് ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്നുള്ളത് അടുത്ത പറയാനും മുമ്പായിട്ട് ചൊവ്വയെ കൂടെ പറഞ്ഞിട്ട് പോകാം. നിങ്ങൾക്ക് ചൊവ്വ ആരാണ്? നിങ്ങളുടെ 3ാം ഭാവാധിപനും കർമാധിപനും. എഴുതി വെച്ചോളുക. കർമാധിപൻ ചന്ദ്രലഗ്നാധിപൻ. ഇവിടെ നിങ്ങളുടെ ലഗ്നം കൂടെ ആണെങ്കിലും നിങ്ങളുടെ കർമാധിപൻ ഇതായിരിക്കും. നിങ്ങളുടെ ലഗ്നത്തിൽ ഇവിടെ നിങ്ങളുടെ ലഗ്നം വരുന്നത്, നിങ്ങളുടെ ജാതകത്തിൽ ലഗ്നം വരുന്നെങ്കിൽ നിങ്ങളുടെ കർമാധിപതി വീണ്ടും ചൊവ്വ തന്നെയായി. ഇവിടെയാണ് നിങ്ങളുടെ ചന്ദ്രൻ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തായി? നിങ്ങളുടെ 2 പേരും ചൊവ്വ തന്നെയായി. ഇനി നിങ്ങളുടെ ലഗ്നം ഇവിടെയാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ കർമാധിപൻ ആരായി? ഒരാൾ ശുക്രൻ. ലഗ്നം ഇല്ല എന്ന് പറയുന്ന അക്ഷരം. നിങ്ങളുടെ ജാതകത്തിലെ നിങ്ങളുടെ 12 കളം വരച്ച ഇതുപോലെ കയ്യിലിരിക്കുന്ന പേപ്പറിനകത്ത് ലഗ്നം ചിലപ്പോൾ ഇവിടെ ആയിരിക്കും. ഇയാൾ എന്തെങ്ങനെ പറയുന്നത് ചോദിക്കണ്ട. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജാതകപ്രകാരം ചന്ദ്രലഗ്നാധിപ പ്രകാരം ചൊവ്വയാണ് നിങ്ങളുടെ കർമാധിപൻ. ഈ ലഗ്നപ്രകാരം എനിക്ക് കർമാധിപൻ ശുക്രനാണ്. അപ്പം 2 പേരെ കിട്ടി എനിക്ക്. അപ്പം കർമ്മ പുരോഗതി ഉണ്ടാവാൻ ചുമ്മാ ഉദാഹരണ പ്രകാരം ഇവിടെ ലഗ്നം വരികയാണെങ്കിൽ നിങ്ങളുടെ കർമാധിപൻ, അത് ഓരോരുത്തരും അങ്ങനെ മാറി 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 ചിന്തിച്ചോണം. ഇവിടെയാണ് നിങ്ങളുടെ ലഗ്നം വരുന്നതെങ്കിൽ നിങ്ങളുടെ കർമ്മ. അപ്പോൾ അതിലോട്ട് പോയാൽ നിങ്ങൾക്ക് മിക്സിംഗ് ആയി പോയിട്ട് ആകെപ്പാടൊന്നും മനസ്സിലാക്കാതെ വരും. ഇച്ചിരി ജ്യോതിഷം അറിയാവുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം പെട്ടെന്ന് ട്രിക്ക് മനസ്സിലായി കാണും. എന്താണെന്നുള്ള ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലഗ്നം ഇവിടെയാണെങ്കിൽ നിങ്ങളുടെ കർമ്മ 2 പേരായി. ഇവിടെയാ ലഗ്നം വരുന്നെങ്കിൽ നിങ്ങളുടെ കർമാധിപൻ ഇതായി. ഇവിടെയാ നിങ്ങളുടെ ലഗ്നം വരുന്നെങ്കിൽ ഇത് നിങ്ങളുടെ കർമാധിപനായി ലഗ്നപ്രകാരം. അപ്പം നമ്മൾ ചന്ദ്രനെ ആസ്പദമാക്കി പറയുമ്പോൾ നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾ ഇവിടെ നിൽക്കുന്ന നിങ്ങൾ എന്ത് മനസ്സിലാക്കി? നമ്മുടെ ജാതകപ്രകാരം എൻ്റെ കർമാധിപനും 3ാം ഭാവാധിപനുമായിട്ടുള്ള ചൊവ്വ എനിക്ക് എവിടെ സഞ്ചരിക്കുന്നു? 8ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു.
അഷ്ടമഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ എനിക്ക് ദോഷപരമായിട്ടുള്ള ഒരു സ്ഥാനത്താണ് തൽക്കാലം ഇദ്ദേഹം നിൽക്കുന്നത്. ചൊവ്വ അഷ്ടമരാശിയിൽ വരുന്നു കഴിഞ്ഞാൽ അത് അത്ര അനുകൂലമായിട്ടല്ല. അഷ്ടമം ആയുഷിന്റെ സ്ഥാനമാണ്. അപ്പം കർമാധിപതി അഷ്ടമസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് ദോഷമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അവിടെ നിന്നുകൊണ്ട് എവിടേക്കാണ് നോക്കുന്നത്? എൻ്റെ ലാഭസ്ഥാനത്തേക്കും എൻ്റെ ധനസ്ഥാനത്തേക്കും എൻ്റെ മൂന്നാം ഭാവത്തിലേക്കും ചൊവ്വയുടെ ദൃഷ്ടി വരുന്നത് കൊണ്ട് പൊതുവിൽ കുറച്ച് അനുകൂലമല്ല, കുറച്ച് പ്രതികൂല സ്ഥാനത്തേക്കാണ് ആര് നിൽക്കുന്നത്? ചൊവ്വ നിൽക്കുന്നത്. ഏറ്റവും അനുകൂലമായിട്ട് നമ്മുടെ ജാതകത്തിൽ വ്യാഴശുക്രന്മാർ നിൽപ്പുണ്ട്, അങ്ങനെയുള്ളൊരവസ്ഥ നിൽപ്പുണ്ട്. കൂടാതെ ജന്മത്തിൽ രാഹു സഞ്ചരിക്കുന്ന സമയവും 7ാം ഭാവത്തിൽ ഭാര്യാസ്ഥാനം ഐശ്വര്യസ്ഥാനത്ത് കേതു നിൽക്കുന്നത് കൊണ്ടും പൊതുവിലുള്ള ഒരു സ്ഥിതി പറയുവാണെങ്കിൽ നേരത്തെ മകരക്കാർക്ക് പറഞ്ഞ പോലെയുള്ള ഒരു മകരക്കാർക്ക് 90% ദോഷമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 70% ദോഷം പറയുന്ന ഒരു സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഇതിനെയൊക്കെ നിഷ്പ്രഭമായി മാറ്റാനുള്ളൊരു കഴിവ് വ്യാഴത്തിനുള്ളത് കൊണ്ടും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഇങ്ങോട്ടുള്ളത് കൊണ്ടും നിങ്ങൾ മഹാവിഷ്ണു പൂജ ചെയ്യുക, മാസത്തിൽ ഒരു നീലാഞ്ജനം വിളക്ക് കത്തിക്കുക, നാഗപ്രീതി വരുത്തുക, ഭാര്യയുടെ പേരിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി? സമ്പൂർണമായ വിജയം ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇവരുടെ ഇത്രയും പേരുടെ ഫലം പറഞ്ഞു കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് ഈ മകരം ഇങ്ങോട്ട് വരാം, ധനുവിൻ്റെ ഫലം പറയാം. അപ്പോൾ ധനുക്കൂറുകാരുടെ ഫലം പറയാൻ പോവുകയാണെങ്കിൽ ധനുക്കൂറുകാർക്ക് ആദ്യം നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപൻ ആരാണ്? വ്യാഴമാണ്. അയാൾ എവിടെ നിൽക്കുന്നു? വ്യാഴം ദാ ഇവിടെ നിൽക്കുന്നു. സർവ ഈശ്വരകാരകനായിട്ടുള്ള വ്യാഴം. സർവേശ്വരകാരകൻ എന്ന് പറയാൻ കാരണം എന്താ? ലോകത്തുള്ള സർവ്വദേവതകളുടെയും അധിപതി ഗുരു ആണ് വ്യാഴം. അതുകൊണ്ടാണ് ബൃഹസ്പതി എന്ന് പേര് വന്നിരിക്കുന്നത്. ലോകഗുരു വ്യാഴം, അതുകൊണ്ടാണ് ഗുരു എന്ന് പറയുന്നത്. ഗു എന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം വിശ്വഗുരുവായിട്ടുള്ള വ്യാഴം, മഹാവിഷ്ണു സഞ്ചരിക്കുന്ന ഗ്രഹം എന്ന് പറയാവുന്ന ആൾ ആണ് നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപൻ. നിങ്ങൾ ഒന്ന് കൈകൊട്ടുക, ആഹ്ലാദിക്കുക. നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങളുടെ 4ാം ഭാവാധിപനും കൂടിയാണ്. 4ാം ഭാവം ഗൃഹത്തിൻ്റെയും വാഹനത്തിൻ്റെയും ശയനത്തിൻ്റെയും സുഖസൗകര്യങ്ങളുടെയും അധിപനും കൂടിയാണ് ആര്? വ്യാഴം. ആ വ്യാഴം മൂലം പൂരാടം ഉത്രാടത്തിൽ നക്ഷത്രക്കാർക്ക് എവിടെ സഞ്ചരിക്കുന്നു? ഭാര്യാസ്ഥാനത്ത് സഞ്ചരിക്കുന്നു, ഐശ്വര്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നു. മൂലം പൂരാടം ഉത്രാടത്തിൽ കാല് ആയിട്ടുള്ള ഒരു സഹോദരിയാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്ഥാനത്തും ഐശ്വര്യത്തിൻ്റെ സ്ഥാനത്തും വ്യാഴം സഞ്ചരിക്കുന്നു. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജാതകപ്രകാരം നിങ്ങൾ ഒരു സ്ത്രീയാണെങ്കിൽ നിങ്ങളുടെ പുരുഷൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വിജയങ്ങളുടെയും നിങ്ങളുടെ എല്ലാ അപ്പം അയാൾ എന്നെ ഒന്നും സഹായിച്ചിട്ടില്ലല്ലോ, എനിക്കെതിരായിട്ടല്ലേ നിന്നിട്ടുള്ളൂ എന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നുവാണെങ്കിലും, പക്ഷെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാണ്, ധനയോഗം, സന്തോഷം, സാമ്പത്തിക സ്ഥിതി, എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും അനുകൂലമായിട്ട് നിൽക്കുന്നെങ്കിൽ നിങ്ങളുടെ ഐശ്വര്യസ്ഥാനമായിട്ടുള്ള ഈ സ്ഥാനം വളരെയധികം മെച്ചമായിട്ട് നിൽക്കുന്നു എന്ന് കരുതണം. തിരിച്ചൊരു പുരുഷനാണിത് കാണുന്നത് എങ്കിൽ നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾ വിലയിരുത്തുക, നിങ്ങളുടെ ഐശ്വര്യസ്ഥാനം, ഭാഗ്യസ്ഥാനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു നല്ല മെച്ചമായിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ഭാര്യാഗുണം അവിടെ ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. 7ാം ഭാവത്തിൻ്റെ ഗുണം ഉണ്ടായി എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് പറഞ്ഞു വന്നുകൊണ്ടപ്പോഴാണ് നമ്മളത് പറഞ്ഞു വന്നത്. അപ്പോൾ നമ്മുടെ 4ാം ഭാവാധിപനും ചന്ദ്രലഗ്നാധിപനുമായിട്ടുള്ള വ്യാഴം എനിക്ക് ഐശ്വര്യസ്ഥാനത്തും ഭാര്യാസ്ഥാനത്തും സഞ്ചരിക്കുന്നു. അപ്പം നിങ്ങളുടെ ജാതകത്തിലെ ഐശ്വര്യസ്ഥാന ആധിപൻ ആരാണ്? ബുധനാണ്. ബുധൻ എപ്പോഴും സഞ്ചരിക്കുന്നു? അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നു. അത് അത്ര ഗുണകരമല്ല. പക്ഷേ ഐശ്വര്യസ്ഥാനത്തായി സഞ്ചരിക്കുന്നു വ്യാഴശുക്രൻ. അപ്പം ഈ ബുധൻ്റെ പോക്ക് അതൊരു വിഷയമേ അല്ല. നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾക്ക് ഇപ്പോൾ ദാമ്പത്യ ദുരിതം ഉണ്ടാവുകയാണെങ്കിൽ അത് ബുധനെ കൊണ്ടാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ബുധൻ്റെ ദോഷപരിഹാരമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വഴിപാട് നടത്തണം. അപ്പം നമ്മളിവിടെ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് ചൊവ്വയുടെ ഫലസിദ്ധിയാണ് പറഞ്ഞിരിക്കുന്നത്. ചൊവ്വ അതാ ഇവിടെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ചൊവ്വ ഇവിടെ നിങ്ങൾക്ക് ആരാണ്? 5ാം ഭാവാധിപനും മനസ്സിൻ്റെയും സന്താനത്തിൻ്റെയും പൂർവ്വപുണ്യ കർമ്മത്തിൻ്റെയും സ്ഥാനാധിപനായിട്ടുള്ള ചൊവ്വ നിങ്ങൾക്ക് 12ാം ഭാവാധിപൻ, വിദേശ സ്ഥാനാധിപൻ, നഷ്ടാധിപൻ, നാശാധിപനുമായിട്ടുള്ള ചൊവ്വയുടെ ദൃഷ്ടി എവിടെ വരുന്നു? നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അനുകൂലമായിട്ട് ചിന്തിച്ചാൽ അനുകൂല സ്ഥിതിയുണ്ട്, വിദേശത്തുള്ളവർക്കും അനുകൂല സ്ഥിതിയുണ്ട്. എന്നാൽ സ്വദേശത്തുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ധനനഷ്ടയോഗം വരുന്ന ഒരു സമയമായിട്ട് പറയേണ്ടതായിട്ട് വരും. എവിടെ നോക്കുന്നു? 4ലേക്കും 5ലേക്കും നോക്കുന്നുണ്ട്. ചൊവ്വ ഇവിടെ നിന്നുകൊണ്ടിരുന്ന പറയാനൊക്കത്തില്ല. ഇവിടെ നിന്നുകൊണ്ട് എവിടെയൊക്കെ നോക്കുന്നുണ്ട് ആള്? 4ലേക്കും പോകുന്നുണ്ട്, 5ലേക്കും പോകുന്നുണ്ട്, ജന്മത്തിലേക്ക് സഞ്ചരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ജാതകപ്രകാരം അനുകൂല ഗ്രഹമാണോ ചൊവ്വ എന്ന് ചോദിച്ചാൽ ഒരു 70% അനുകൂലാധിപനാണ്
12ാം ഭാവാധിപത്യം കൂടെ വഹിച്ചതുകൊണ്ട് നിങ്ങളുടെ പാഴ്ചെലവുകൾ ധനനഷ്ടാധിപനും കൂടിയാണ് ആര്? ചൊവ്വ. അപ്പോൾ ചൊവ്വ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ഈ സ്ഥിതി അനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾ ഭദ്രകാളി ദേവി ഭജനം ചെയ്യുക, അതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലികൾ വഴിപാട് നടത്തുക, അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് ഗണപതി ഹോമം നടത്തുക, മാതാവിൻ്റെ കുടുംബക്ഷേത്രം അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ പോയി നാഗദൈവങ്ങൾക്ക് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്ന വഴിപാടുകളാണ് ഇപ്പോൾ ചെയ്യാനുള്ളത്. അപ്പം എല്ലാവിധത്തിലുള്ള ധനപരമായിട്ടുള്ള പുരോഗതി, ഐശ്വര്യം, കുടുംബയോഗം, മംഗല്യയോഗം, ഭാഗ്യയോഗം, സർവൈശ്വര്യയോഗം, സർവഭാഗ്യയോഗം, ഭൂമിയോഗം, ധനയോഗം, തൊഴിൽ യോഗം എല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ് എന്ന് കാണുന്നുണ്ടെങ്കിലും ദോഷപരിഹാരങ്ങളെ കൊണ്ടുള്ള പൂജകൾ ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സർവ്വവിധത്തിലുള്ള ദുരിതങ്ങളും വിട്ടൊഴിഞ്ഞു മാറുക തന്നെ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അടുത്തതായിട്ട് ഇടവക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് നമുക്ക് പറയാനുള്ളത്. ഇടവക്കൂറുകാരൻ ആദ്യം മനസ്സിലാക്കണം, എൻ്റെ ചന്ദ്രൻ ലഗ്നാധിപൻ ആരാണ്? ശുക്രനാണ്. എനിക്ക് എവിടെ സഞ്ചരിക്കുന്നു? ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്നു. എഴുതി വെച്ചു. ആദ്യത്തെ പണി അതാണ്. എപ്പോഴും ഇത് മാറത്തില്ല. നാളെ അടുത്ത വീഡിയോ പറയുമ്പോൾ ഇത് പറയത്തില്ല. എപ്പോഴും കാർത്തിക മുക്കാല് രോഹിണി മകയിരത്തര വരുന്നവർ എഴുതി വെക്കണം, എൻ്റെ ചന്ദ്ര ലഗ്നാധിപൻ ശുക്രനാണ്. എന്താ ഇയാൾ അങ്ങനെ പറയാൻ കാര്യം? നിങ്ങളത് മനസ്സിലാക്കിയാൽ എളുപ്പമായി. ശുക്രൻ എവിടെ സഞ്ചരിക്കുന്നു? ഇവിടെ സഞ്ചരിക്കുന്നു. നമ്മുടെ അടുത്ത മാസം വീഡിയോ ഇടുമ്പോൾ ഇവിടെ ആയിരിക്കും എഴുതുന്നത്. ശുക്രനെ ഇതായെടുത്ത് ഇവിടെ എഴുതും. എന്തുകൊണ്ടാണ്? അതിൻ്റെ സഞ്ചാരഗതി മാറി. അപ്പോൾ എൻ്റെ ജാതകപ്രകാരം 6ാം ഭാവാധിപനും എൻ്റെ ചന്ദ്രലഗ്നാധിപനുമായിട്ടുള്ള ശുക്രൻ വന്നിട്ട് ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്നു. എൻ്റെ ചൊവ്വ ആരാണ്? എനിക്ക് ചൊവ്വ ആരാണ്? എൻ്റെ 7ാം ഭാവാധിപനും 12ാം ഭാവാധിപനും വിദേശാധിപനാണ്. വിദേശത്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ എൻ്റെ വിദേശാധിപൻ എന്ന് പറയാൻ കാര്യം, വിദേശത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചൊവ്വയുടെ സ്ഥിതി കൊണ്ടാണ് അത് വരുന്നത്. വിദേശത്ത് എന്തെങ്കിലും ദോഷദുരിതങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകത്തിലെ ചൊവ്വയുടെ സ്ഥിതി കൊണ്ടാണ് നിങ്ങൾക്ക് ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ജാതകപ്രകാരം ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സുബ്രഹ്മണ്യനെ ഭജിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വഴിപാടുകൾ ചെയ്യുക. ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിച്ച് വഴിപാടുകൾ ചെയ്ത് നോക്കിക്കോ. ഒരു ജ്യോതിഷനെയും കാണണ്ട. ഞങ്ങളെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ റേറ്റൊക്കെ ഒരുപാട് പോകും. അതുകൊണ്ട് ആ പൈസയ്ക്കൊന്നും കളയണ്ട, ആ പൈസയിലോട്ടൊന്നും പോകണ്ട. അപ്പോയിൻമെൻ്റ് ഒക്കെ എടുക്കണമെങ്കിൽ ഇച്ചിരി പൈസ പോകുന്ന കേസാണ് അമ്പലത്തിൽ. അപ്പം അതൊന്നും പോകണ്ട. ഇതിന് പകരമായിട്ട് നിങ്ങൾ സുബ്രഹ്മണ്യനെയും വിളിക്കുക, ഭദ്രകാളി ദേവിയെയും വിളിക്കുക. നിങ്ങളുടെ ജാതകപ്രകാരം ശുക്രൻ ഇതാ ഇവിടെ നിൽപ്പുണ്ട്, ധനസ്ഥാനത്ത് നിൽപ്പുണ്ട്. ചൊവ്വ ഇവിടെ നിൽപ്പുണ്ട്. എവിടെ? 5ാം ഭാവം, മനസ്സിൻ്റെ സ്ഥാനം, അതുപോലെ തന്നെ സന്താനത്തിൻ്റെ സ്ഥാനമായിട്ടുള്ള മംഗള സ്ഥാനത്താണ് ചൊവ്വയുടെ സ്ഥിതി വന്നിരിക്കുന്നത്. ചൊവ്വ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളെ എവിടെ നോക്കുന്നു? അഷ്ടമരാശിയിലേക്ക് നോക്കുന്നുണ്ട്. കൂടാതെ എവിടെ നോക്കുന്നുണ്ട്? ലാഭസ്ഥാനത്തേക്ക് നോക്കുന്നുണ്ട്, നഷ്ടസ്ഥാനത്തേക്ക് നോക്കുന്നുണ്ട്. പൊതുവിലുള്ള ചിന്ത അനുസരിച്ചാണെങ്കിൽ നിങ്ങൾ ധനയോഗ ഭാഗ്യമുള്ള സമയമാണെന്നും കണ്ടകശിനി ദോഷം ഒഴിഞ്ഞു നിൽക്കുന്ന സമയമാണെന്നും കർമ്മരാശിയിൽ രാഹു സഞ്ചരിക്കുന്ന സമയമാണെന്നും 4ാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്ന സമയമാണെന്നും സഞ്ചരിക്കുന്നതുകൊണ്ട് 50-50 ഗുണദോഷ സമ്മിശ്ര സമയമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ അനുസരിച്ച്. കാരണം കേന്ദ്രസ്ഥാനമായിട്ടുള്ള 4ാം ഭാവത്തിലും 10ാം സ്ഥാനത്ത് രാഹു കേതുക്കൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ലാഭസ്ഥാനത്ത് ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് നല്ലതാണ്. ശനി ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ഇടവക്കൂറുകാരായിട്ടുള്ള കാർത്തിക മുക്കാല് രോഹിണി മകയിരത്തറക്കാർക്ക് വളരെയധികം അനുകൂലമാണെന്നും വ്യാഴത്തിൻ്റെ സ്ഥിതി ഭാഗ്യാധിപൻ നിങ്ങളുടെ ജാതകപ്രകാരം ലാഭാധിപൻ ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് എപ്പോഴും നമ്മൾ ജാതകത്തിൽ എടുത്ത് നോക്കുമ്പോൾ അറിയണം, നിങ്ങളുടെ ജീവിതത്തിൽ അറിയണം, ജാതകത്തിലെ ലാഭത്തിൻ്റെ അധിപൻ ആരാണ്, അത് ധനസ്ഥാനത്താണോ സഞ്ചരിക്കുന്നതെന്നുണ്ടെന്ന് വരെ നിങ്ങൾ ഈ വീഡിയോ കാണത്തില്ല. അതാണ് എൻ്റെ അനുഭവം പറയാനുള്ളത്. കാരണം കക്ഷിയുടെ കയ്യിൽ പണമുണ്ടല്ലോ, പണമുള്ള ഒരാൾ ഒരിക്കലും ജ്യോതിഷ വീഡിയോ എടുത്ത് നോക്കത്തില്ല. അത് ജ്യോതിഷ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്ന കാര്യമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരിതിനെ ഒരു കപടശാസ്ത്ര തട്ടിക്കളയുന്ന ഒരു ആളുകളായിട്ട് മാറാറുണ്ട്. പക്ഷേ അവർക്കൊരു ദുരിതകാലം വരുമ്പോഴായിരിക്കും അവരിതിനെടുത്ത് നോക്കുന്നത്. നിങ്ങളുടെ ജാതകത്തിൽ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങളിപ്പം പറയണേ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല. നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങളുടെ ലാഭാധിപൻ ആരാണെന്ന് ചോദിച്ചാൽ 11ലേക്ക് വന്നാൽ മതി. വ്യാഴമാണ്. നിങ്ങളുടെ ലാഭാധിപൻ ആരാണ്? ചൊവ്വയാണ്. നിങ്ങളുടെ ലാഭാധിപൻ ആരാണ്? ശുക്രനാണ്. നിങ്ങളുടെ ലാഭാധിപൻ ആരാണ്? ബുധനാണ്. നിങ്ങളുടെ 11ലേക്ക് നോക്കിയാൽ മതി. അതിൻ്റെ അധിപനെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ എഴുതി വെക്കുക. അപ്പം ഇപ്പം നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന ഇടവക്കൂറുകാർക്ക് ധനസ്ഥാനത്ത് വ്യാഴശുക്രന്മാർ സഞ്ചരിക്കുന്നത് കൊണ്ട് ധനം കുമിഞ്ഞുകൂടാനും ധനയോഗം ഉണ്ടാകാനും മഹാഭാഗ്യം ഉണ്ടാകാനും രാജയോഗങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കാനും ഒക്കെയുള്ള യോഗം കാണിക്കുന്നുണ്ട്. ദോഷമായിട്ട് കാണിക്കുന്നത് കൊണ്ട് മാതൃകുടുംബക്ഷേത്രത്തിൽ ഗണപതി ഹവനം ചെയ്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നാഗപ്രീതി വഴിപാടുകൾ ചെയ്യുക.
ചൊവ്വ നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്ര ഫലദായകനായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് സുബ്രഹ്മണ്യനെയും വഴിപാട് ചെയ്യുക, ഭദ്രകാളി ദേവിക്കും വഴിപാട് ചെയ്യുക. അപ്പോൾ ജാതകപ്രകാരം ധനയോഗം, ഭാഗ്യയോഗം, വിദേശയോഗം, വിദേശ രാജ്യങ്ങളിൽ നമുക്ക് ഒരുപാട് ആനുകൂല്യ ഫലമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുക, മംഗല്യ സംബന്ധമായിട്ടുള്ള ഗുണം ഉണ്ടാവുക, വിദ്യാഭ്യാസ ഗുണം ഉണ്ടാവുക, കിട്ടാതെ കിടക്കുന്ന ധനം കിട്ടുക, അതുപോലെ തന്നെ ഭൂമിയോഗം ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കൊണ്ടുള്ള അനുകൂല സമയമായി നിൽക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്കുള്ള പ്രതിവിധികളും പറഞ്ഞു. അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. അടുത്തതായിട്ട് നമ്മൾ പറയുന്നു മിഥുനം രാശിയുടെ ഫലസിദ്ധിയാണ് പറയാൻ പോകുന്നത്. മിഥുനം രാശിക്കാർക്ക് ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് ആൾക്കാർ പറയാറുണ്ട് അവസാനം പറയുന്ന രാശികളെ സ്പീഡിൽ പറഞ്ഞു പോകുന്നു എന്ന് പറയാറുണ്ട്. കാര്യം 2 or 3 രാശിയുടെ ഫലം പറഞ്ഞാൽ തന്നെ ഇപ്പം എഴുതി വെച്ചേക്കുന്നത് കണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും എവിടേക്കാണെന്നുള്ളത്. ഇപ്പം മിഥുനം രാശിക്കാരെ പറയുമ്പോൾ എന്താണ്, സൈലൻ്റ് ആയിട്ട് നിങ്ങൾ ചിന്തിച്ചു. നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾ തന്നെ ഒരു പേപ്പറിൽ എഴുതി വെക്കണം. എന്തിനാ എല്ലാ രാശിയുടെയും ഫലം പറയേണ്ട സത്യത്തിൽ ആവശ്യമില്ല. മിഥുനം രാശിക്കാർക്ക് ജന്മത്തിൽ വ്യാഴം, ശുക്രൻ. നിങ്ങളുടെ വ്യാഴം ആരാണ്? നിങ്ങൾക്ക് 7ാം ഭാവത്തിനും ഭാര്യാധിപനും ഐശ്വര്യാധിപനുമാണ് വ്യാഴം. ഇതൊരിക്കലും മാറുന്നില്ലല്ലോ. അതുകൂടാതെ കർമാധിപനും കൂടിയാണ്. ചന്ദ്രലഗ്നാധി പ്രകാരം നിങ്ങളുടെ കർമ്മത്തിൻ്റെ അധിപനും ഭാര്യാധിപനും ഐശ്വര്യാധിപനുമായ വ്യാഴം എനിക്ക് എവിടെ സഞ്ചരിക്കുന്നു? എൻ്റെ കൂടെ തന്നെ സഞ്ചരിക്കുന്നു. എൻ്റെ ചന്ദ്രലഗ്നാധിപൻ ആരാണ്? ബുധനാണ്. ഈ ബുധൻ എവിടെ നിൽക്കുന്നു? എനിക്ക് ധനസ്ഥാനത്ത് നിൽക്കുന്നു. അനുഭവയോഗം എന്തുമാത്രം വന്നിരിക്കുന്നു, നല്ല യോഗങ്ങൾ വന്നിരിക്കുന്നു, കർമ്മ പുരോഗതി ഉണ്ടാകുന്നു, ധനയോഗം ഉണ്ടാകുന്നു, വസ്ത്രാഭരണ ലാഭം ഉണ്ടാകുന്നു, മഹാഭാഗ്യം ഉണ്ടാകുന്നു, വാഹനയോഗം ഉണ്ടാകുന്നു, തീർത്ഥാടനം പോകാനുള്ള യോഗം ഉണ്ടാകുന്നു. എല്ലാം വന്നു ചേരുന്നു. എന്തുകൊണ്ട് വന്നു ചേരുന്നു? വ്യാഴം ശുക്രനും കൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട്. നമ്മളോടൊപ്പം മകീരത്തരയും തിരുവാതിരയും പുണർദത്തിൽ മുക്കാല് വരുന്നവർക്ക് കർമ്മത്തിൽ ശനി, ഭാഗ്യസ്ഥാനത്ത് രാഹു, നേരെ 4ാം ഭാവത്തിൽ ചൊവ്വ, ഇങ്ങനെയുള്ള സ്ഥിതികൾ വെച്ചുകൊണ്ട് നിങ്ങൾ ഫലസിദ്ധി പറയാൻ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ചൊവ്വ ആരാണ്? നിങ്ങളുടെ ജാതക പ്രകാരം ലാഭത്തിൻ്റെ അധിപനും ശത്രു രോഗത്തിൻ്റെ അധിപനുമാണ്. അപ്പം ചൊവ്വ നിങ്ങൾക്ക് ഒരിച്ചിരി പ്രതികൂലം നിൽക്കുന്ന ആളാണ്. കാരണം മിഥുനക്കൂറുകാർക്ക് ചൊവ്വ കുറച്ച് ദോഷ അധിപനും കൂടിയാണ്. അതുപോലെ തന്നെ കന്നിക്കൂറുകാരായിട്ടുള്ളവർക്കും കുറച്ച് ദോഷാധിപനും കൂടിയാണ്. കന്നിക്കൂറിൻ്റെ ഫലസിദ്ധി നേരത്തെ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നില്ലേ? നോക്കാം. അപ്പോൾ നമുക്ക് ഈ മിഥുനക്കൂറുകാർക്ക് ഇപ്പം നിലവിൽ വ്യാഴം ശുക്രനും നിലവിൽ ഇവിടെ സഞ്ചരിക്കുന്നു. ചൊവ്വ 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ചൊവ്വ അവിടെ നിന്നുകൊണ്ട് 7ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു, കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു, ലാഭസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ ചൊവ്വ നിങ്ങളുടെ ജാതകപ്രകാരം കുറച്ച് ദോഷങ്ങളുടെയും കൂടി ആധിപത്യം വഹിച്ചതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കണം? ചൊവ്വയെ പ്രീതിപ്പെടുത്തുകണം. നമുക്ക് വ്യാഴശുക്രന്മാർ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. കണ്ടകശിനിയുണ്ട് നിലവിൽ. 9ാം ഭാവത്തിൽ രാഹു ഉള്ളതുകൊണ്ട് അനുകൂലമായിട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വ്യാഴശുക്രന്മാർ പലവിധത്തിലുള്ള ആനുകൂല്യം സംഭവിക്കുന്നുണ്ട്. നമുക്ക് ദോഷകരമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ജാതകപ്രകാരം ഭാഗ്യത്തിൻ്റെ അധിപനാണ് ശനി. അത് 9ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പം നീലാഞ്ജനം വിളക്ക് ചെയ്യുക, ഹനുമാൻ സ്വാമിക്ക് വഴിപാടുകൾ ചെയ്യുക, നാഗദൈവ പ്രീതി വരുത്തുക അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ. അതുപോലെ തന്നെ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും ഗുരുതി പുഷ്പാഞ്ജലിയും ചെയ്ത് പ്രാർത്ഥിക്കുക. ഇത്രയും വഴിപാടുകൾ പ്രധാനമായിട്ട് ചെയ്യുക. കുടുംബക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിക്കുക. അടുത്തതായിട്ട് നമുക്ക് പറയാൻ പോകുന്നത് ചിങ്ങൻ രാശിക്കാരുടെ ഫലസിദ്ധിയാണ് പറയാൻ പോകുന്നത്. ഈ ഫലസിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥകൾ ആണ് പറയുന്നത്. അവസ്ഥകളിൽ നിന്നും നിങ്ങളുടെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രതിവിധികൾ ചെയ്യുന്നതിനും അനുകൂലമായിട്ട് നിൽക്കുന്ന അവസ്ഥകളെ മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ചിങ്ങക്കൂറിൽ വരുന്ന ആരാ? മകം, പൂര, ഉത്തരത്തിൽ കാലുകാർ. ജന്മത്തിൽ കേതു നിൽപ്പുണ്ടെന്നും എനിക്ക് 12ാം ഭാവം എന്താണ്? വിദേശസ്ഥാനം. അവിടെ സൂര്യനും ബുധനും നിൽക്കുന്നത് കൊണ്ട് വളരെയധികം വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. പക്ഷെ ജന്മത്തിൽ കേതു നിൽക്കുന്നത് കൊണ്ട് അപവാദങ്ങൾ ഉണ്ടാവുക, മുറിവ് ചതവുകൾ ഉണ്ടാവുക, നമുക്ക് കേസ് വഴക്കുകൾ ഉണ്ടാവുക, ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ട അവസ്ഥ വരിക, ദാമ്പത്യ ദുരിതം ഉണ്ടാവുക, ഭർത്താവുമായിട്ട് പിണക്കം ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉണ്ടാവുക, ബന്ധുജനങ്ങളുമായിട്ട് കുറച്ച് ദേഷിക്കേണ്ടതായിട്ട് വരിക എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ നിലവിൽ നിൽപ്പുണ്ട്. ഈ അവസ്ഥ നിൽക്കുമ്പോൾ നിങ്ങളുടെ മറ്റവസ്ഥകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ വിദേശ രാജ്യപരമായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. നമ്മളുടെ ഈ ദോഷഫലങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കും.
ഇപ്പോൾ ഒരു ദാമ്പത്യ കലഹം ഉണ്ടായി നിൽക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ചിന്തകൾ എപ്പോഴും അതുമായി ബന്ധപ്പെട്ടായിരിക്കും. ഒരു കേസ് വഴക്ക് ഭർത്താവുമായിട്ട് ഒരു കോർട്ടിൽ കേസ് നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും ചിന്തയെ കെട്ടിയിട്ടിരിക്കുന്നത് ആ കോടതിയിലായിരിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും രോഗാരിഷ്ടതകളുമായി ബന്ധപ്പെട്ട ഒരു വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും നിങ്ങളുടെ മകൻ ലണ്ടനിലോ ജർമ്മനിയിലോ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്നിടത്ത് ഉണ്ടാവുന്ന വിഷമതകളെ കുറിച്ചായിരിക്കും നിങ്ങളുടെ ചിന്തകൾ കൂടുതൽ ബന്ധിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അവസ്ഥകൾ, മറ്റുള്ള അനുകൂലമായിട്ടുള്ള അവസ്ഥകളെക്കുറിച്ച് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ നമുക്ക് സാധിക്കത്തില്ല. അതാണ് പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. അപ്പം ഈ കേതുവിൻ്റെ സ്ഥിതി ഉള്ളത് കൊണ്ട്, ഇപ്പോൾ നമ്മുടെ ജന്മരാശിയിൽ കേതു നിൽക്കുന്നത് കൊണ്ട് ചൊവ്വയുടെ സ്ഥിതി നിങ്ങൾക്ക് യോഗകാരകനാണ്. നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെയും അതുപോലെ തന്നെ ഗൃഹത്തിൻ്റെയും വാഹനത്തിൻ്റെയും ഒക്കെ അധിപനായിട്ടുള്ള ചൊവ്വ, മംഗളകാരകനായിട്ടുള്ള ചൊവ്വ ധനസ്ഥാനത്ത് വന്നിട്ടുള്ളതിനാൽ ധനം വന്നു ചേരാനും ഭൂമിയോഗം വന്നു ചേരാനും ഭൂമിയുമായി ബന്ധപ്പെട്ടും അഗ്നിയുമായി ബന്ധപ്പെട്ടും തൊഴിലാളികളായിട്ടുള്ള എല്ലാവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമായതിനാൽ ഈ അവസരത്തെ നമ്മൾ ഗുണകരമാക്കിയെടുക്കണം. അവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ മനസ്ഥാനത്തേക്ക് ചൊവ്വയുടെ ദൃഷ്ടി പോയിട്ടുണ്ട്. ചൊവ്വ നിങ്ങൾക്ക് യോഗകാരകനാണെന്ന് നേരത്തെ പറഞ്ഞു. ഭാഗ്യത്തിൻ്റെയും 4-ാം ഭാവത്തിൻ്റെയും ആധിപത്യം വഹിച്ചിട്ടുള്ള ചൊവ്വ വളരെയധികം ഗുണകരമായിട്ട് നിങ്ങൾക്ക് മനസ്സിൻ്റെ സ്ഥാനത്ത് വന്നുകൊണ്ട് മനഃശാന്തി ഉണ്ടാവുക, സന്താനങ്ങൾക്ക് മേൽഗതി ഉണ്ടാവുക, നേരത്തെ ഉണ്ടായിക്കൊണ്ടിരുന്ന ദുരിതം വിട്ടൊഴിഞ്ഞു മാറിയിട്ട് നിങ്ങൾക്ക് അഷ്ടമരാശിയിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടി വന്നിട്ടുള്ളത് കൊണ്ട് ആപത്തുകളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നേടാനും ഭാഗ്യം വർദ്ധിക്കാനും ഒക്കെയുള്ള ആനുകൂല്യമായിട്ടുള്ള സമയം കാണിക്കുന്നുണ്ട്. ദോഷദുരിതം ആദ്യമേ തന്നെ പറഞ്ഞു. രണ്ടാമത് ഗുണം പറഞ്ഞു. ദോഷപരിഹാരമായിട്ട് വിഘ്നേശ്വരനെ പ്രാർത്ഥിക്ക്. നാളികേരം ഉടയ്ക്കാൻ പറ്റുന്നിടത്തോളം ആഴ്ചയിലൊരിക്കലോ ദിവസത്തിലൊരിക്കലും, ഇപ്പോൾ വില വെച്ച് നോക്കുമ്പോൾ ദിവസത്തിൽ ഉടയ്ക്കാനൊക്കത്തില്ല. അതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും കൊണ്ടുപോയി ഒരു തേങ്ങ ഉടയ്ക്കുക. ഭാര്യ കുടുംബക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അമ്മയുടെ മാതൃകുടുംബക്ഷേത്രത്തിലോ ഭാര്യയുടെ കുടുംബക്ഷേത്രത്തിലോ നാഗപ്രീതി വരുത്തി പ്രാർത്ഥിക്കുക എന്നുള്ള വഴിപാടാണ് ഇപ്പോൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചിങ്ങക്കൂറുകാരുടെ ദോഷം ഗുണഫലങ്ങൾ പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ കന്നിക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് ആദ്യമായിട്ട് ഇനി പറയാനുള്ളത്. അത് കഴിഞ്ഞാൽ വൃശ്ചികക്കൂറുകാരുടെ ഫലസിദ്ധിയും കൂടാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ചന്ദ്രരത്നാധിപൻ ആരാണ്? ബുധനാണ്. നിങ്ങളുടെ ചൊവ്വ നിങ്ങൾക്ക് ആരാണ്? 3-ാം ഭാവാധിപനും അഷ്ടമാധിപനുമാണ്. അപ്പം നിങ്ങൾക്ക് പൊതുവിൽ ഉത്തരത്തിൽ മുക്കാലും അത്തവും ചിത്തിരേരെയും കന്നിക്കൂറുകാർക്ക് കുറച്ച് ദോഷഫലസിദ്ധി പറയാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. ഇവിടെ നിന്നുകൊണ്ട് എങ്ങോട്ട് നോക്കുന്നു? നമ്മുടെ ധനസ്ഥാനത്തേക്കും നോക്കുന്നുണ്ട്, 7-ാം ഭാവത്തിലേക്കും അഷ്ടമസ്ഥാനത്തേക്കും നോക്കുന്നുണ്ട്. കന്നിക്കൂറുകാർക്ക് നമ്മൾ ഫലസിദ്ധി പറയുമ്പോൾ ചൊവ്വ ആരാണെന്നും നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപൻ ആയിട്ടുള്ള ബുധൻ നിങ്ങൾക്ക് ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നതായിട്ടും നിങ്ങളുടെ 12-ാം ഭാവാധിപൻ ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നതായിട്ടും നിങ്ങളുടെ ജാതകപ്രകാരം 4ഉം 7ഉം 4-ാം ഭാവം ഗൃഹസ്ഥാനം, വാസസ്ഥാനം, സുഖസ്ഥാനമായിട്ടുള്ള സ്ഥാനത്തുള്ള ഗ്രഹം വ്യാഴം കർമ്മസ്ഥാനത്താണ് സഞ്ചരിക്കുന്നതെന്നും നിങ്ങൾക്ക് ശനി 7-ാം ഭാവത്തിലുണ്ടെന്നും നിങ്ങളുടെ ജാതകപ്രകാരം ചൊവ്വ നിങ്ങൾക്ക് ഇവിടെയായിട്ട് വരുന്നത് കുറച്ച് അനുകൂലമല്ലാത്തൊരവസ്ഥയെ പറയാൻ പറ്റുന്നൊരു കാലഘട്ടം കാണിക്കാവുന്നൊരു സമയമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് ചൊവ്വയുടെ ദൃഷ്ടി എവിടേക്ക് വരുന്നുണ്ട്? 4-ാം ഭാവത്തിലേക്കും 7-ാം ഭാവത്തിലേക്കും അഷ്ടമത്തിലേക്കും ചൊവ്വയുടെ ഒരു ദൃഷ്ടി വരുന്നത് കൊണ്ട് നമുക്ക് പൊതുവിൽ നമ്മുടെ ജാതകപരമായിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ട് നിൽക്കുന്നു ശുക്രനും വ്യാഴവുമാണ്. നിങ്ങളുടെ ഭാഗ്യാധിപനായിട്ടുള്ള ശുക്രൻ ഇവിടെ നിൽപ്പുണ്ട്. നിങ്ങളുടെ 4-ാം ഭാവാധിപനും 7-ാം ഭാവാധിപനുള്ള വ്യാഴം ഇവിടെ നിൽക്കുന്നത് കൊണ്ട് മറ്റു ഗ്രഹങ്ങളുടെ സഞ്ചാരസ്ഥിതി ഒന്നും നമ്മളെ ഇപ്പം വലുതായിട്ട് ബാധിക്കുന്ന ഒരു സമയമല്ല. ചൊവ്വ നമുക്ക് എങ്ങനെയാണ് ചിന്തിക്കുന്നത്? ചൊവ്വ നമുക്ക് 3-ന്റെയും 8-ന്റെയും ഭാവാധിപത്യം വരുന്നുണ്ട്. 3-ന്റെ ഭാവാധിപത്യം ചൊവ്വയ്ക്ക് വരുന്നത് എപ്പോഴും നമുക്ക് നല്ലതാണ്. അഷ്ടമത്തിൻ്റെ സ്ഥാനം വരുന്നതും കുറച്ച് നല്ലതാണെന്ന് പറയേണ്ടതായിട്ട് വരും. അത് നിൽക്കുന്ന സ്ഥാനം ഈ ശത്രുസ്ഥാനം കൂടെ ആയതുകൊണ്ട് ഒരു 50% ഗുണദോഷ സമ്മിശ്രമായിട്ട് കണക്ക് കൂട്ടുകയും പൊതുവിലുള്ള മൊത്തത്തിലുള്ള സ്ഥിതി ചിന്തിക്കുകയാണെങ്കിൽ വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് സർവ്വദോഷങ്ങളെയും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും ചൊവ്വയുടെ സ്ഥിതി നമ്മുടെ ജാതകപ്രകാരം 4-ാം ഭാവത്തിലേക്കും 7-ാം ഭാവത്തിലേക്കും അഷ്ടമത്തിലേക്ക് സ്ഥിതിക്കുന്നുണ്ട്. നമുക്ക് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ക്രയവിക്രയങ്ങൾ, കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ ഇച്ചിരി ശ്രദ്ധ പുലർത്തണമെന്നും, എന്നാൽ ചൊവ്വയുടെ സ്ഥിതി വന്നിട്ടുള്ളതിനാൽ നമുക്ക് തൊഴിൽപരമായിട്ടുള്ള മെച്ചം ഉണ്ടാവുക, മംഗല്യയോഗം ഉണ്ടാവുക, മഹാഭാഗ്യയോഗം ഉണ്ടാവുക ഒക്കെ ഉണ്ടാവുകയും ആപത്തുകളിൽ നിന്നുള്ള മോചനങ്ങളൊക്കെ നേടാനൊക്കെയുള്ള യോഗം ഉള്ളതായിട്ടും കന്നിക്കൂറുകാർക്ക് നമുക്ക് ഫലസിദ്ധി പറയാൻ പറ്റുന്ന ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. ദോഷപരിഹാരമായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭദ്രകാളി ദേവി പ്രീതി വരുത്തുക, നീലാഞ്ജനം വിളക്ക് നടത്തി പ്രാർത്ഥിക്കുക എന്നുള്ള വഴിപാടാണ് നമുക്ക് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് വൃശ്ചികക്കൂറുകാരൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപൻ തന്നെ ചൊവ്വയാണ്. ആ ചൊവ്വ നിങ്ങൾക്ക് ജാതകപ്രകാരം ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നു. നമ്മുടെ ജാതകപ്രകാരം നമുക്ക്
രാഹു 4-ാം ഭാവത്തിൽ, കേതു കർമ്മസ്ഥാനത്തിൽ, വ്യാഴശുക്രന്മാർ അഷ്ടമഭാവത്തിൽ, അങ്ങനെ സഞ്ചരിക്കുന്ന പൊതുവിലുള്ള ഗ്രഹസ്ഥിതി വെച്ചുകൊണ്ട് ഒരു അനുകൂലമായിട്ടുള്ളൊരു ഭാവസ്ഥിതി അല്ല നമുക്ക് കാണിക്കുന്നത്. എങ്കിൽ പോലും ചൊവ്വയുടെ രാശിമാറ്റം കൊണ്ട് നിങ്ങൾക്ക് ചൊവ്വ ലാഭസ്ഥാനത്തിൽ വരികയും ധനസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുകയും നിങ്ങളുടെ 5-ാം ഭാവത്തിലേക്കും 6-ാം ഭാവത്തിലേക്കുമുള്ള ചൊവ്വയുടെ ദൃഷ്ടികൾ കാരണം നമ്മുടെ ജാതകപ്രകാരം തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ വിധത്തിലുള്ള കാര്യങ്ങൾക്കും മെച്ചമുണ്ടാവുകയും മഹാഭാഗ്യയോഗം ഉണ്ടാവുകയും ധനയോഗം ഉണ്ടാവുകയും സർവ്വ ഐശ്വര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ ചൊവ്വയെ കൊണ്ട് സംജാതമായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പം നിലവിൽ ഉള്ളത്. നിങ്ങളുടെ ജാതകപ്രകാരം അഷ്ടമത്തിൽ പോയി നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദോഷം മാറുന്നതിന് വേണ്ടിയിട്ട് മഹാവിഷ്ണു പൂജ ചെയ്യുക, അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമ അർച്ചനകളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ ഭദ്രകാളി ദേവി പൂജ ചെയ്യുക, അതുപോലെ തന്നെ നാഗപ്രീതിയും ഗണപതി പ്രീതിയും വരുത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സർവ്വവിധത്തിലുള്ള ദോഷങ്ങൾ വിട്ടൊഴിഞ്ഞു മാറിയിട്ട് സർവ്വ ഐശ്വര്യം ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പം വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടയും വരുന്ന നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള ചൊവ്വ ലാഭസ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നത് കൊണ്ടും ധനസ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ 5-ാം ഭാവത്തിലേക്കും 6-ാം ഭാവത്തിലേക്കും സഞ്ചരിക്കുന്നത് കൊണ്ടും രോഗാരിഷ്ടതകൾ വിട്ടൊഴിഞ്ഞു മാറുന്നതിനും സർവ്വ ദുരിതങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുന്നതിനും അതുപോലെ തന്നെ മരുന്നുകൾ ചികിത്സകളൊക്കെ ഭരിക്കുന്നവർക്കും അതുപോലെ തന്നെ ശത്രുദോഷങ്ങളെ കൊണ്ട് വിഷമിച്ചിരിക്കുന്ന വൃശ്ചിക കൂറുകാർക്ക് അത് മാറി വരുന്നതിനും അതുപോലെ തന്നെ മനഃശാന്തി ഉണ്ടാകുന്നതിനും സന്താനങ്ങൾക്ക് മേൽഗതി ഉണ്ടാകുന്നതിനും ധനപുരോഗതിയായിട്ടുള്ള മെച്ചങ്ങൾ ഉണ്ടാകുന്നതിനും ചൊവ്വ ലാഭസ്ഥാനത്ത് വന്നതുകൊണ്ട് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ക്രയവിക്രയങ്ങളെ കൊണ്ടുള്ള ലാഭങ്ങളും ഭൂമിയുമായി ബന്ധപ്പെട്ടും അഗ്നിയുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കെല്ലാം അനുകൂലമായിട്ടുള്ള ഭാവങ്ങളും കാണുന്നുണ്ട്. ദോഷമായിട്ട് നിൽക്കുന്നത് രാഹു, കേതു, സൂര്യൻ, വ്യാഴം, ശുക്രനാണ് ദോഷസ്ഥാനത്ത് നിൽക്കുന്നത്. സൂര്യൻ കുഴപ്പമില്ല, സൂര്യൻ നിങ്ങൾക്ക് ജാതകപ്രകാരം ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. വ്യാഴ ശുക്രന്മാരാണ് ദോഷസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പം മഹാലക്ഷ്മി പൂജയും മഹാവിഷ്ണു പൂജയും ചെയ്ത് പ്രാർത്ഥിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക, ഗണപതി ഹോമം ചെയ്യുക, നാഗർക്ക് വഴിപാട് ചെയ്യുക, ഇങ്ങനെയുള്ള ഫലസിദ്ധിയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.